ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന തിരുവെഴുത്തിലേക്ക് മടങ്ങി വരാം. 1 പത്രോസ് 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് കഴിഞ്ഞ ക്ലാസ് തുടങ്ങിയതും അവസാനിച്ചതും. ആരെങ്കിലും ഒരാള് 1-ാമത്തെ വാക്യം വായിക്കും. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേക വിശുദ്ധന്മാർക്കായി സ്തോത്രം. കർത്താവ് തുറന്ന ഈ വാതിലിനായിട്ട് സ്തുതിക്കുന്നു. തിരുവെഴുത്തുകളെ വ്യാഖ്യാനിപ്പാൻ കൃപ നൽകണമേ. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ബുദ്ധിയെ തുറക്കണമേ. വചനത്തോടൊപ്പം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രവർത്തനം അനുഭവിപ്പാൻ ഇന്ന് രാവിലെ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ വചനം വെറുതെ എൻ്റെ അടുക്കൽ മടങ്ങി വരികയില്ല. ഇത് കർത്താവ് അയക്കുന്ന വചനമാകയാൽ ഇതിന് ഒരു പ്രവൃത്തി ഉണ്ട്. അത് സംഭവിക്കുവാനായിട്ട് ഞങ്ങളെ വിനയത്തോടെ സമർപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മനോഭാവം ആയുധമാക്കുക, ഇതാണ് ഈ വാക്യത്തിന്റെ സന്ദേശം. ഒരു മനുഷ്യന്റെ മുഖഭാവം നമുക്ക് കാണാൻ പറ്റും, മനോഭാവം നമുക്ക് കാണാൻ പറ്റില്ല. മനോഭാവം കാണണമെങ്കിൽ അദ്ദേഹത്തെ ഹർട്ട് ചെയ്താൽ മതി. അതാണ് ഏറ്റവും എളുപ്പം. സ്നേഹിച്ചാലോ പ്രോത്സാഹിപ്പിച്ചാലോ ഹഗ് ചെയ്താലോ ഒന്നും റിയൽ സ്വഭാവം പുറത്തു വരത്തില്ല. ഒരാളുടെ മനോഭാവം അറിയണമെങ്കിൽ അയാളെ വേദനിപ്പിക്കണം, പരിഹസിക്കണം, അവഗണിക്കണം, നിന്ദിക്കണം, ഒറ്റപ്പെടുത്തണം. അപ്പോഴാണ് മനോഭാവം പുറത്തേക്ക് വരുന്നത്. ഇവിടെ പറയുന്നത് യേശു കർത്താവിന്റെ മനോഭാവമാണ്. യേശു കർത്താവിന്റെ മനോഭാവത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള പല വാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധ്യാനിച്ചു. അവിടെ തന്നെ 1-2 വാക്ക് പറഞ്ഞ് മുഖവുര പറഞ്ഞ് മുമ്പോട്ട് പോകാം. വാസ്തവത്തിൽ നമുക്ക്, നമ്മുടെ സമൂഹത്തിന് അതൊഴിച്ച് ബാക്കിയെല്ലാം വളരുന്നുണ്ട്. അതാണ് വളരാത്തത്. മനോഭാവമാണ് വേണ്ടതുപോലെ രൂപപ്പെടാത്തത്. ക്രിസ്തുവിന്റെ ഉപദേശം, ക്രിസ്തുവിന്റെ അത്ഭുതം, ഇതെല്ലാം നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ക്രിസ്തുവിന്റെ മനോഭാവം നാം പലപ്പോഴും ശ്രദ്ധിക്കാതെ തന്നെ പോവുകയാണോ എന്ന് ഞാൻ എന്നെ തന്നെ പരിശോധിക്കുന്നു. കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് പ്രസംഗിക്കുവാനും കർത്താവിന്റെ അത്ഭുതങ്ങൾ കഴിയുമെങ്കിൽ ശുശ്രൂഷയിൽ കൊണ്ടുവരാനും നമുക്ക് ഇഷ്ടമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും എന്ന് കർത്താവ് പറയുന്നുണ്ട്. കർത്താവ് ചെയ്തത് ചെയ്യും, കർത്താവ് ചെയ്തതിലും അധികം ചെയ്യും, കർത്താവിനോടൊപ്പം ഇരിക്കും. ഈ 3 അനുഗ്രഹങ്ങൾ ശുശ്രൂഷകന്മാർക്കുള്ളതാണ്. കർത്താവ് ചെയ്തത് ചെയ്യാനുള്ള അനുവാദം, കർത്താവ് ചെയ്തതിലും അധികം ചെയ്യാനുള്ള അനുവാദം, കർത്താവിനോടൊപ്പം ഇരിക്കാനുള്ള അനുവാദം. ഇത് 3ഉം ശുശ്രൂഷകന്മാർക്കുള്ളതാണ്. ശുശ്രൂഷകന്മാർ ധാരാളം ഇതിനകത്തുണ്ട്. ഒന്നുകൂടെ വിനയത്തോടെ പറയട്ടെ, കർത്താവ് ചെയ്തത് ചെയ്യാൻ ഒരു ലീഡറും താൻ
ചെയ്തത് മറ്റൊരാൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല, അതിൻ്റെ താഴെ എത്താനേ ഇഷ്ടപ്പെടുന്നുള്ളൂ. അത് മനുഷ്യന്റെ സ്വഭാവമാണ്. എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അപ്പൊ കർത്താവിന്റെ ഒപ്പം പ്രവർത്തിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. കർത്താവിന് അതിന് അസൂയ ഇല്ല. 2, പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ അതിലും അധികം ചെയ്യാനും അനുവാദമുണ്ട്, തടസ്സമില്ല. അധികം ചെയ്തു അപ്പോസ്തലന്മാർ. കർത്താവിന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോഴാണ് സൗഖ്യം പ്രാപിച്ചത്. അപ്പോസ്തലന്മാരുടെ വസ്ത്രം കൊണ്ടുവന്ന് ഇട്ടപ്പോൾ സൗഖ്യം ഉണ്ടായി. അപ്പോ അധികം ചെയ്യാൻ അവസരമുണ്ട്, അനുവാദമുണ്ട്, നോ പ്രോബ്ലം, അസൂയയില്ല. 3, കർത്താവ് ഇരിക്കുന്നിടത്ത് ശുശ്രൂഷകന്മാരെ ഇരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ഇരിക്കും. പൊതുവെ അതും മനുഷ്യന് ഇഷ്ടമുള്ള കാര്യമല്ല. ഒരല്പം താഴെ ശിഷ്യരെ ഇരുത്താൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. അപ്പൊ കർത്താവിൻ്റെ അതേ പ്രവൃത്തി ചെയ്യുവാനും ആത്മശക്തിയാൽ അതിലും അധികം ചെയ്യുവാനും കർത്താവിനോടൊപ്പം ഇരിക്കുവാനും അനുവാദമുണ്ട്. അത് നമുക്ക് ഇഷ്ടവുമാണ്. പക്ഷെ കർത്താവിന്റെ മനോഭാവം കരസ്ഥമാക്കുന്നതിൽ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അതെ വേണ്ടത്ര വിജയിക്കുന്നില്ല എന്ന കാര്യം നമുക്ക് സമ്മതിക്കാം. വിനയത്തോടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തിയും കർത്താവിന്റെ കൃപയും നമ്മിൽ വ്യാപരിക്കുന്നതോടൊപ്പം കർത്താവിന്റെ മനോഭാവവും നമ്മിൽ വളരട്ടെ. ഫിലിപ്പിയർ 2:5 1 പത്രോസ് 1:3 ഇപ്പോൾ ഇവിടെ 1 പത്രോസ് 4:1 ഈ മനോഭാവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കൂടാതെ റോമർ 8:29 ആ സൂചന നമുക്ക് ലഭിക്കുന്നു. അവിടെ നാം ചിന്തിച്ചത് ഇത് സാധാരണ വിഷയങ്ങളല്ലാത്തതുകൊണ്ടും ഇത് സാധാരണ പഠിപ്പിക്കപ്പെടാത്തത് കൊണ്ടും ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഇതിനകത്ത് ധാരാളം ബഹുഭൂരിപക്ഷം പേരും മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാണ്. അതെ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ സമർത്ഥരെ വരമേൽപ്പിക്കുവിനെന്നാണല്ലോ കർത്താവ് പറഞ്ഞത്. അതെ, നമ്മുടെ സമൂഹത്തെ നാം പഠിപ്പിക്കേണ്ടത് ക്രിസ്തുവിന്റെ മനോഭാവം ആണ്. ഇനി കർത്താവിന്റെ മനോഭാവം എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിന്റെ ഏത് മനോഭാവം? കർത്താവ് കഷ്ടം സഹിച്ചപ്പോഴുള്ള മനോഭാവം, അതാണ് 4:1 സൂചന. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് ആ ഭാവം. അപ്പൊ മനോഭാവം വെളിയിൽ വരുന്നത് നമ്മുടെ പ്രയാസത്തിന്റെ സമയത്താണ്. നമ്മുടെ പ്രയാസത്തിന്റെ സമയത്താണ്. അത് ഘട്ടം ഘട്ടമായിട്ടാണ് കർത്താവ് ഇത് വെളിയിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ്. നമ്മൾ ആത്മീയത്തിൽ ഇങ്ങനെ വളർച്ച പ്രാപിച്ച് വരുമ്പം നമ്മുടെ സ്വഭാവം തന്നെ നമുക്കിഷ്ടപ്പെടാതെ വരും. നമ്മുടെ സ്വഭാവം നമ്മളെ കർത്താവ് കാണിച്ചു തരും. കർത്താവിന്റെ ക്രൂശിലെ മനോഭാവമാണ് ഇവിടെ പത്രോസ് ഉദ്ദേശിക്കുന്നത്. ആ മനോഭാവം ആയുധമാക്കുക. ആയുധം 2 കാര്യത്തിനാണ്. 1, നമ്മെ സ്വയരക്ഷയ്ക്ക് വേണ്ടി. 2, അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. കർത്താവിനെ ഉപദ്രവിക്കുവാൻ പടയാളികൾ അടുത്തു വന്നപ്പോൾ വാളെടുത്ത് വെട്ടിയ ആളാണ് ഇപ്പൊ ഈ ലേഖനം എഴുതുന്നത്. ആയുധം മാറിപ്പോയി. പിന്നീട് അനുദപിച്ചുകൊണ്ട് എഴുതുകയാണ്, ആയുധം മാറരുത്. നമ്മുടെ എല്ലാം കയ്യിൽ നമ്മുടേതായ ആയുധങ്ങൾ സ്റ്റോക്കുണ്ട്. അവസരം വരുമ്പോൾ എടുക്കും. അവസരം വരാത്തത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആത്മീയരായിട്ട് നിൽക്കുന്നത്.
അവിവാഹിതനായ ഒരു ബിഷപ്പിനോട് ഇന്റർവ്യൂ ചെയ്തവർ ചോദിച്ചു, ഒരു ചീത്തപ്പേരില്ലാതെ ഇത്ര മഹത്തമായ ഒരു ജീവിതം നയിച്ചതിന്റെ രഹസ്യം പറയാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു ഫലിതപ്രിയനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് ചില ഫലിതമാണെങ്കിലും അതിനകത്ത് ഘനമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ആഗ്രഹം ഉണ്ടായപ്പോൾ അവസരം ഉണ്ടായില്ല, അവസരം ഉണ്ടായപ്പോൾ ആഗ്രഹം ഉണ്ടായില്ല. ചിന്തനീയമായ വാക്കാണ്. ആയുധം എല്ലാവരുടെയും കയ്യിലുണ്ട്, അത് എടുക്കാതിരുന്നത് വാസ്തവത്തിൽ അവസരം ഉണ്ടാകാത്തതുകൊണ്ടാണ്. അവസരമുണ്ടായിട്ടും എടുക്കാതിരിക്കാൻ സാധിക്കണം എന്നതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. വാള് ഉള്ളത് എടുത്തോളാൻ കർത്താവ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. ഉള്ളത് എടുത്തോളാൻ. അതെന്തിനാ എടുക്കുന്നേ? അത് കയ്യിൽ വെച്ചുകൊണ്ട് വെട്ടാതിരിക്കാനാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അത് ഇല്ലാതിരിക്കുമ്പോൾ വെട്ടാതിരിക്കാനല്ല, അത് കയ്യിലുള്ളപ്പോൾ വെട്ടാതിരിക്കാനാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ കഴിവില്ലായ്മ കൊണ്ടല്ല നാം ക്ഷമിക്കുന്നത്, നാം സഹിക്കുന്നത് കർത്താവിനെ ഓർത്തിട്ടാണ്. അപ്പൊ കർത്താവിന്റെ ആ ശക്തി ഒന്ന് ഓർത്താ മതി. നമ്മൾ അവിടെ തകർന്നു പോകും. കർത്താവ് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ തലകറങ്ങി വീഴുന്നവരാണ് കർത്താവിനെ അടിക്കുന്നത്. നോക്കിയാ വീഴും. ഊതിയാ മതി, തീർന്നു പോകും. ആ സമയത്താണ് കർത്താവ് സഹിക്കുന്നത്. അപ്പോ കഴിവുണ്ടായിട്ടും പ്രാപ്തി ഉണ്ടായിട്ടും കർത്താവിന്റെ മനോഭാവം വളർത്തുവാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ക്രിസ്തീയ ജീവിതം. നമ്മൾ കഴിഞ്ഞ ദിവസം വീണ്ടും ചിന്തിച്ചത് കർത്താവിന്റെ മനോഭാവം പ്രധാനമായിട്ടും ആ ക്രൂശിനോട് അടുക്കുമ്പോൾ നാം കാണുന്നു. അതിൽ ധ്യാനിച്ചതാണ്. ഒന്ന് ഓർത്തിട്ടങ്ങ് പോവുകയാണ്. പല പ്രാവശ്യം എഴുതിയിട്ടുള്ളൊരു വാക്കാണ് യേശുവോ മിണ്ടാതിരുന്നു. നമ്മൾ കൂടുതൽ ആത്മീയതയിൽ വരുമ്പോൾ മിണ്ടല് കുറഞ്ഞു വരും. യേശു കർത്താവ് തന്നെ ന്യായീകരിക്കാൻ വേണ്ടി സംസാരിച്ചിട്ടില്ല. തൻ്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി താൻ ശബ്ദമെടുത്തിട്ടില്ല. മിണ്ടാതിരുന്നു. നുണ പറഞ്ഞപ്പോൾ, ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് മറുപടിയും പറഞ്ഞു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് ഓടിച്ചു നോക്കിയതാണ്. അടുത്ത വേദഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. 4-ാം അധ്യായം 2, 3, 4, 5, 6 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിന്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യനെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ആമേൻ.
മതി എന്ന് വെക്കുവീൻ. മതിയാക്കുവീൻ. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഒരു ബിഗിനിങ് സാധ്യമല്ല. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. അവിടെ ഒരു സ്റ്റോപ്പ് ഇടാനാ പറയുന്നത്. ജനതകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചിലവഴിച്ച് അവരുടെ ദുഷ്പ്രവൃത്തികളിൽ ഇപ്പോൾ നിങ്ങൾ പങ്ക് ചേരാത്തത് കൊണ്ട് അവർ വിസ്മയിക്കുകയും നിങ്ങളെ ദുഷിക്കുകയും ചെയ്യുന്നു. കൂടെ കൂടെ പഴയതിലേക്ക് പോകാനുള്ള ഒരു പ്രവണത മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു അവസ്ഥ നാം പ്രാപിച്ചിട്ടില്ല. പാപം ചെയ്യാനുള്ള സാധ്യതകൾ അവസാനിച്ചിട്ടുമില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാപത്തിന് ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടി, പക്ഷെ പാപത്തിന്റെ സാധ്യതകളിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടിയിട്ടില്ല. അത് നമ്മുടെ ഇടതുവശത്തുമുണ്ട്, വലതുവശത്തുമുണ്ട്, പുറകിലുമുണ്ട്, മുമ്പിലുമുണ്ട്. അപ്പൊ അതിനോടെല്ലാം നമ്മൾ സ്റ്റോപ്പ് കാണിക്കാൻ മറക്കണ്ട. സ്റ്റോപ്പ്, മതി എന്ന് വെക്കുക. മതി, അത് ഞാൻ നിർത്തിയതാണ്, മതി. ഇക്കാര്യം വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ ലേഖനത്തിൽ, കർത്താവിന്റെ വരവിനെ കുറിച്ച് എഴുതുന്ന ലേഖനത്തിൽ, കഷ്ടപ്പെടുന്ന വിശ്വാസികൾക്ക് എഴുതിയ ലേഖനത്തിൽ സൂചിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അഴിഞ്ഞാട്ടത്തിലും മദ്യപാനത്തിലും വെറിക്കൂത്തുകളിലും എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജഡത്തിന് സന്തോഷം നൽകുന്ന ഉത്സാഹവും ആവേശവും എപ്പോഴും നാം തയ്യാറായില്ല എങ്കിൽ പാപത്തിന്റെ സാധ്യതകൾ നമ്മളെ വിട്ടുപോയിട്ടില്ല എന്ന് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. കൃപയാൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിനാൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിച്ചു എന്നുള്ളതിനാൽ, ദൈവ മക്കളായി തീർന്നു എന്നുള്ളതിനാൽ, സ്വർഗീയ പൗരന്മാരായി തീർന്നു എന്നുള്ളതിനാൽ പാപത്തിന്റെ സാധ്യതകളിൽ നിന്ന് നാം മോചനം പ്രാപിച്ചിട്ട് ഒരു സങ്കല്പ ലോകത്തിൽ ജീവിക്കാൻ ശ്രമിക്കേണ്ട, യാഥാർത്ഥ്യ ലോകത്തിൽ ജീവിക്കുക. എപ്പോഴും എപ്പോഴും പാപത്തിന്റെ സാധ്യത മുമ്പിലും പുറകിലും ഇടത്തും വലത്തും ഉണ്ട്. ശുശ്രൂഷകന്മാർക്കും ഈ വിഷയത്തിൽ ഒരു വ്യത്യാസവും ഇല്ല. പാപത്തിന്റെ സാധ്യതകൾ ശുശ്രൂഷകന്മാരിൽ നിന്നും ബഹുദൂരത്തിലൊന്നും അല്ല, വളരെ അടുത്തു തന്നെയാണ്. പത്രോസ് ലേഖനം എഴുതിയ കാലത്തേക്കാൾ അടുത്താണ് ഇപ്പോൾ. വിരൽത്തുമ്പിലാണ് പാപത്തിന്റെ സാധ്യതകൾ. മതി എന്ന് വെക്കുക. എല്ലാത്തിനോടും ലൗകികതയുടെ അതിപ്രസരത്തോട് നോ എന്ന് പറയാൻ എപ്പോഴും നാം പരിശീലിച്ചില്ലെങ്കിൽ നമ്മുടെ അപകടം അടുത്താണ്. സ്തോത്രം. ഇവിടെ ഒരു സംശയമുണ്ടാക്കുന്ന വാക്യമുണ്ട്. ആ വാക്യം ഇതാണ്: ജീവികളെയും മരിച്ചവരെയും
5-ാമത്തെ വാക്യം. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനിരിക്കുന്നവന്റെ മുൻപിൽ അവർ കണക്ക് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് ബുദ്ധിമുട്ടില്ല. ഓക്കെ, അടുത്തത്, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചു. ഇവിടെ ഒരു സംശയം ആളുകൾക്ക് പെട്ടെന്ന് വരികയാണ്. ദുരുപദേശങ്ങൾ പഠിപ്പിക്കാൻ സൗകര്യമുള്ളൊരു വാക്യമാണ്. മരിച്ചവരോട് സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുമോ? എന്താണ് അപ്പോസ്തലൻ ഇവിടെ അർത്ഥമാക്കുന്നത്? മരിച്ചവരോട് സുവിശേഷം പ്രസംഗിച്ചു. എപ്പോ? അതാണ് വിഷയം. എപ്പോ പ്രസംഗിച്ചു? ജീവിച്ചിരുന്നപ്പോ പ്രസംഗിച്ചു, മരിച്ചപ്പോ പ്രസംഗിച്ചില്ല. വ്യക്തമാക്കാം. ലോകപ്രകാരമുള്ള ഏതൊരു രാഷ്ട്രത്തിൻ്റെയും നിയമം മരണത്തോടുകൂടെ കേസ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഒരു മനുഷ്യൻ, അയാളുടെ പേര് രാജു എന്നിരിക്കട്ടെ. അയാളുടെ പേരിൽ ഒരു 22 ക്രിമിനൽ കേസുകൾ ഉണ്ടെന്നിരിക്കട്ടെ. അയാൾ ഒളിവിലാണ്. അയാളെ അന്വേഷിച്ച് എല്ലാ സ്ഥലത്തും നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി ഒരു പുഴയുടെ അരികിൽ നിന്ന് കിട്ടുന്നു. ആ കേസ് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. പിന്നെ ആ കേസില്ല. എന്നാൽ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ കേസ് ക്ലോസ് ചെയ്യുന്നില്ല. ഇതാണ് പത്രോസ് നമ്മെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. മരിച്ചു കഴിഞ്ഞും സുവിശേഷം പറയാൻ അവസരമുണ്ട് എന്ന ആശയം അല്ല പത്രോസ് പങ്കുവയ്ക്കുന്നത്. മരിച്ചു കഴിഞ്ഞും കേസ് തുടരുന്നു എന്ന ആശയമാണ്. അതായത് മരണം കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല, മരിച്ചതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുന്നില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇതാണ് പത്രോസ് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് സുവിശേഷം പറയണം. മരിച്ചവരോടും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ ആളുകളോടും ഈ മെസ്സേജ് പങ്കുവെച്ചത് അവരെ നാളെ ന്യായം വിധിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ സുവിശേഷം നമ്മൾ പങ്കുവെക്കുമ്പോൾ 2 കാര്യമാണ് നടക്കുന്നത്. ഒന്ന്, അവന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. 2, ദൈവത്തിന് അവനെ ന്യായം വിധിക്കാൻ എളുപ്പമുണ്ട്. സുവിശേഷം അവനൊന്ന് കേട്ടാ പിന്നെ അവനെ ന്യായം വിധിക്കാൻ നീതിമാനായ ദൈവത്തിന് എളുപ്പമുണ്ട്. അല്ല, അവന് രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു എന്നത് മരിച്ച ശേഷം അറിയിക്കുന്ന കാര്യം അല്ല. ഇത്രയും പറഞ്ഞ 1-ാം പാരഗ്രാഫിൽ നിന്ന് നാം ഇവിടെ പറയുന്നു. നമുക്ക് മുമ്പോട്ട് പോകാം. അതിപ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫാണ് അടുത്ത 7ഉം 8ഉം വാക്യങ്ങൾ അടങ്ങിയത്. നമുക്ക് 7-ാമത്തെ വാക്യത്തിലേക്ക് വരാം. വാക്യം 7. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. ആമേൻ. പ്രാർത്ഥന എന്ന വിഷയം നമുക്കെല്ലാം ഇഷ്ടമുള്ളതാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് ആകെ ഉള്ളത് പ്രാർത്ഥനയാണ്. എന്നാൽ ഇവിടെ പറയുന്നത് കാലാവസ്ഥ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക, സുബോധത്തോടെ പ്രാർത്ഥിക്കുക, ആത്മനിയന്ത്രണത്തോടെ പ്രാർത്ഥിക്കുക. കാലാവസ്ഥ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കും. ഒരു എൻഡ് ടൈം പ്രയറാണ് പത്രോസ് ആഹ്വാനം ചെയ്യുന്നത്.
അന്ന് പത്രോസ് അത് ചിന്തിച്ചെങ്കിൽ ഇന്ന് നാം എത്രയധികം ചിന്തിക്കണം. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഒരു ഫിനിഷിങ്ങിലേക്ക് വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ പ്രയോഗം സുബോധത്തോടെ പ്രാർത്ഥിക്കുക. മൂന്നാമത്തേത് നിർമ്മതൻ, ആത്മനിയന്ത്രണമുള്ളവനായി പ്രാർത്ഥിക്കുക. സ്തോത്രം, 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 സ്തോത്രം. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്കായി അപേക്ഷിക്കുക. സീസൺ അറിഞ്ഞ് പ്രാർത്ഥിക്കുക. ദാനിയേൽ യിരെമ്യാ പ്രവചനത്തിന്റെ ചുരുൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സീസൺ അവന്റെ വെളിപ്പെട്ടു. 70 കൊല്ലം കൊണ്ട് ദൈവജനത്തിനൊരു വിടുതൽ ഉണ്ട്. താൻ പെട്ടെന്ന് തന്റെ ഡയറി നോക്കിയപ്പോൾ ഇത് 70 കൊല്ലം ആകുകയാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രിയരെ, ദൈവിക വാഗ്ദത്തങ്ങൾ വർക്ക് ചെയ്യുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. റിമോട്ട് സെറ്റ് ചെയ്തിട്ട് ചില സാധനങ്ങൾ വെച്ചിട്ട് റിമോട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. ഏതൊരു വാഗ്ദത്വവും വർക്ക് ചെയ്യുന്നത് പ്രയറിലൂടെയാണ്. പിന്മഴയുടെ കാലത്ത് കൊക്കും മീവൽ പക്ഷിയും കാലമറിയും. അനേക വാക്യങ്ങൾ ഈ ലൈനിലുണ്ട്. ഇത് നമ്മൾ ഇന്ന് രാവിലെ ധ്യാനിക്കേണ്ടതാണ്. പലതും വിവേചിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു, പക്ഷെ നിങ്ങൾ ഈ കാലഘട്ടത്തെ വിവേചിക്കാത്തത് എന്ത് എന്ന് കർത്താവ് ചോദിക്കുന്നു. എല്ലാവരും പോണ പോലെ ലോകക്കാഴ്ചകളെ കണ്ടുപോകാതെ ദൈവത്തിന്റെ ക്ലോക്ക് നോക്കണം. സീസൺ മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. സീസൺ മനസ്സിലാക്കി പ്രവർത്തിക്കണം. ദാനിയേൽ ഇങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലായി, എന്തോ ഒരു ദൈവപ്രവൃത്തിയുടെ സമയം വരും. അപ്പോൾ ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു പ്രയർ പൊട്ടിമുളച്ചു. അവിടെയാണ് സുബോധത്തോടെ പ്രാർത്ഥിക്കുക, ആത്മനിയന്ത്രണത്തോടെ പ്രാർത്ഥിക്കുക എന്നൊക്കെയുള്ള ആ വാക്യത്തിന്റെ ഒന്ന്, 2. ദാനിയേൽ 9:1-2. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേധ്യസന്ധതയിലുള്ള അഹശ്വേരോശിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ, അവന്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിന്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാശം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. 70 വർഷം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകന് ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. ദൈവവചന ധ്യാനം
പ്രാർത്ഥനയെ ബൂസ്റ്റ് ചെയ്യും, പ്രാർത്ഥനയെ ചൂടാക്കും. എപ്പോൾ പ്രാർത്ഥിക്കാനിരുന്നാലും പുസ്തകം കയ്യിൽ വേണം. ലോകത്തിലെല്ലാ മതക്കാർക്കും പ്രാർത്ഥനയുണ്ട്, പക്ഷെ പുസ്തകമില്ല. പുസ്തകപ്രകാരമുള്ള പ്രാർത്ഥനയാണ് വാസ്തവത്തിൽ ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥന. ധ്യാനം, യജ്ഞം, ഉപവാസം, ത്യാഗം, പ്രാർത്ഥന, ഇതെല്ലാ മതങ്ങളിലും ഉണ്ട്, പക്ഷെ പുസ്തകമില്ല. ദാനിയേൽ പ്രാർത്ഥിക്കുന്ന പുസ്തകം പിടിച്ചോണ്ട, ദാവീദ് പ്രാർത്ഥിക്കുന്ന പുസ്തകം പിടിച്ചോണ്ട. ഞാൻ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. നിന്റെ വചനങ്ങളെ ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിയിരിക്കും. അപ്പോ പ്രഭാതത്തിൽ പുസ്തകവും തുറന്നു വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ ഈ വേദഭാഗങ്ങളെല്ലാം നമ്മളെ കാണിക്കുകയാണ്. പുസ്തകം എടുത്തു വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു സംഖ്യ ഗ്രഹിച്ചു. അത് ജെറമ്യ 29:10. അപ്പോൾ നമുക്ക് മനസ്സിലാകാത്ത വേദഭാഗവും നമ്മൾ വായിക്കണം. സീസൺ വരുമ്പോൾ അത് മനസ്സിലാവും. 29:10 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബാബേലിലെ 70 സംവത്സരം കഴിഞ്ഞ ശേഷമേ ഞാൻ നിങ്ങളെ സന്ദർശിച്ച് ഈ സ്ഥലത്തിലേക്ക് മടക്കി വരുത്തുമ്പോൾ നിങ്ങളോട് എൻ്റെ വചനം ഞാൻ നിവർത്തിക്കുകയുള്ളൂ. അപ്പോ യിരെമ്യാവിന്റെ ബുക്കിനകത്ത് കിടപ്പുണ്ടത്. അപ്പൊ ഈ കാലഘട്ടത്തെ കുറിച്ചുള്ളതും ഈ പുസ്തകത്തിൽ കിടപ്പുണ്ട്. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായിട്ടില്ല. കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചവർക്ക് അത് പിടികിട്ടിയിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നവർക്ക് പിടികിട്ടാനുള്ള ചില വാക്യങ്ങളുണ്ട്. വേദപുസ്തകത്തിന്റെ പേജുകളിലൂടെ നാം പോകുമ്പോൾ ചില ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകത്തില്ല. സാരയില്ല, പിന്നെയും വായിക്കുക. അതിനകത്ത് ചിലത് നമ്മളെ കയറി പിടിക്കും. ദാനിയേൽ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ പെട്ടെന്ന് 70 എന്നത് അകത്ത് കയറി ഉടക്കി. ദാനിയേൽ 9:3 അപ്പോൾ ഞാൻ ഉപവസിച്ചു. എപ്പോൾ? വചനം ഇടപെട്ടപ്പോൾ. വേറൊരാൾ ഉപവസിക്കുന്ന കണ്ടോണ്ട് ഉപവസിക്കുകയല്ല, ആരെങ്കിലും ഒരാൾ പറഞ്ഞതുകൊണ്ടും ഉപവസിക്കുകയല്ല. വചനത്താലുണ്ടായ ഉൾപ്രേരണയാൽ ഉളവായ ഉപവാസം. വചനത്താലുണ്ടായ ഉൾപ്രേരണയാൽ ഉളവായ ഉപവാസം. അപ്പോൾ ഞാൻ ഉപവസിച്ചു, രട്ടുടുത്തു, വെണ്ണീറിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. ദൈവമായ കർത്താവിലേക്ക് മുഖം തിരിച്ചു. ഇതൊക്കെ എത്ര വലിയൊരു കാര്യമാണോ? അതെ. മറ്റെല്ലാറ്റിൽ നിന്നും ശ്രദ്ധ മാറ്റിയിട്ട് ദൈവമുഖം അന്വേഷിക്കുന്നതാണ് ശരിയായ പ്രാർത്ഥന. ദാനിയേലിനെ പോലെയുള്ള അറിവിലും അഭിഷേകത്തിലും ഉന്നതനായ മനുഷ്യൻ എഴുതുന്ന വാക്ക് ശ്രദ്ധിക്കൂ. ഞാൻ ഉപവസിച്ചു, രട്ടുടുത്തു, വെണ്ണീറിലിരുന്നു. എന്തിനാണെന്നറിയാമോ? ദൈവത്തെങ്കിലേക്ക് എൻ്റെ മുഖം ഒന്ന് തിരിയാൻ. ശ്രദ്ധിക്കേണ്ട ചില കുറിപ്പുകൾ തരാം. എത്ര ദിവസം ഉപവസിച്ചു, എങ്ങനെ ഉപവസിച്ചു, ഉപവസിച്ചപ്പോൾ എന്നാ തുണിയാ ഉടുത്തത്, ഏത് പൊസിഷനിലാണ് ഇരുന്നത്, ഇതൊന്നും പ്രസക്തമല്ല. മുഖം തിരിഞ്ഞോ എന്നുള്ളതാ പ്രസക്തം.
ദൈവത്തിങ്കലേക്ക് തിരിയുക എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഞാൻ ഇന്നലെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അതിലൂടെ ദൈവം എന്നെ ഓർപ്പിച്ച ഒരു വാക്യമുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യമാണ്. അത് ഞാൻ രാത്രിയിൽ പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ പിന്നെയും അത് ഒന്നുകൂടെ ധ്യാനിച്ചു. അത് വെളിപ്പാട് 1:12 എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. വെളിപ്പാട് 1:12. പത്മോസ് ദ്വീപിൽ ഒരു പാറപ്പുറത്ത് ഒരു മനുഷ്യപ്രാണി പോലും ഇല്ലാത്തടത്ത് ഏകദേശം ഒരു ഡിപ്രഷന്റെ അവസ്ഥയിൽ യോഹന്നാനായിരിക്കുന്നു എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം യോഹന്നാൻ ഒരു മനുഷ്യനായതുകൊണ്ട്. മനുഷ്യനാണോ നിരാശയും ഡിപ്രഷനും ഒക്കെ വരും? ഇല്ല എന്ന് പറയുന്നത് ചുമ്മാ നുണ പറയുന്നു. തന്റെ സഭാ ശുശ്രൂഷ നഷ്ടപ്പെട്ടു, തന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അതാ ഏറ്റവും ഭീകരമായ അവസ്ഥ. തന്റെ കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അന്ന് സൂം ഇല്ലെന്ന് ഓർക്കണം. എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് ഏറ്റവും ദുഃഖം എന്ന് പറയുന്നത് എന്റെ കൂട്ടായ്മ നഷ്ടപ്പെടുന്ന. എല്ലാ ബന്ധവും വെട്ടിമുറിച്ച് ആ കാട്ടിൽ അവനെ കൊണ്ടിട്ടു. അവിടെ കർത്തൃ ദിവസത്തിൽ അവൻ ആത്മാവിലായി. അവൻ ആ ദിവസം വന്നപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു എന്നല്ല, അവൻ ആത്മാവിലായി എന്ന് പറഞ്ഞാൽ അവൻ ആത്മനിറവിലേക്ക് അവനെ തന്നെ തിരിച്ചു എന്നല്ലേ. അവൻ ആത്മാവിലാകുവാനായിട്ട് ആഗ്രഹിച്ചു. അവൻ പരിശുദ്ധാത്മാവിനെ ഡിപ്പെൻഡ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അവൻ ആത്മാവിലായി. അപ്പോൾ അവനൊരു ശബ്ദം കേൾക്കുകയാണ്. ഇതിന്റെ ഓരോ സ്റ്റെപ്പ് കണ്ടോ? അവൻ ആത്മാവിലായപ്പോൾ അവന്റെ ചെവി തുറന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ കണ്ണു തുറന്നു. സ്റ്റെപ്പുകൾ കണ്ടോ? അവന്റെ ചെവി തുറന്നു. ഇടിവെട്ടുന്ന പോലുള്ളൊരു ശബ്ദം അവൻ കേട്ടു. ആ ശബ്ദം ഇതാണ്: നീ കാണുന്നത് എഴുതുക. ഓരോ മനുഷ്യപ്രാണി ഇല്ലാത്തടത്ത്, ഒരു കൂട്ടായ്മ ഇല്ലാത്തടത്ത് അവനൊരു ശബ്ദം കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. അപ്പൊ കർത്താവ് പുറകെ വന്ന് എന്നെ പേടിപ്പിക്കുകയായിരുന്നു. അല്ല, അതിന്റെ അർത്ഥം ടേൺ ടു ഗോഡ് എന്നാണ്. ദൈവത്തിങ്കിലേക്ക് തിരിയാൻ തന്നെ അർത്ഥം. ഏതിൽ നിന്ന്? സാഹചര്യങ്ങളിൽ നിന്ന്, മാനസിക അവസ്ഥകളിൽ നിന്ന്, റോമൻ ഗവൺമെന്റിന്റെ പീഡനത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ നിന്ന്, പത്മോസ് ദ്വീപിന്റെ ദുർഗന്ധം വമിക്കുന്ന ഭീഷണിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിൽ നിന്ന്, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഒരു ഡിവൈൻ അറ്റ്മോസ്ഫിയറിലേക്കുള്ള ഒരു തിരികാരുന്നത്. പ്രിയരെ, ഒരു സെക്കൻഡ് മതി, അന്തരീക്ഷം മാറും. ഒരൊറ്റ സെക്കൻഡ് മതി, അന്തരീക്ഷം മാറും. പിന്നെ യോഹന്നാൻ പത്മോസിലായിരുന്നില്ല, പിന്നെ യോഹന്നാൻ സ്വർഗത്തിലായിരുന്നു. പിന്നീട് അധ്യായങ്ങൾ ഇങ്ങനെ മറിക്കുക. എപ്പിസോഡ് 1, 2, 3, 22 എപ്പിസോഡാ പിന്നീട് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ യോഹന്നാന്റെ കാല് മണ്ണിലും ഭൂമിയിലുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യോഹന്നാൻ സ്വർഗത്തിലായിരുന്നു. നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിലും ഇത് സാധ്യമാണ്. ഒന്ന് തിരിഞ്ഞാ മതി. നമ്മൾ നിൽക്കുന്ന ഭൂമി തന്നെ മാറിപ്പോകും. നമ്മൾ നിൽക്കുന്ന വീടിന്റെ അന്തരീക്ഷം മാറിപ്പോകും. നമ്മൾ നിൽക്കുന്ന ഫെയ്ത്തോമിന്റെ അന്തരീക്ഷം മാറിപ്പോകും. ഒന്ന് തിരിഞ്ഞാ മതി. പക്ഷെ അങ്ങനെ ഒന്ന് തിരിയാൻ വേണ്ടി ഇത്തിരി വില കൊടുക്കണം. ആ വിലയാണ് ദാനിയേൽ
9:3 കാണുന്നത്. ഞാൻ ഉപവസിച്ചു. ഡോറുകൾ അടയ്ക്കുക, ലൗകിക ഡോറുകൾ അടയ്ക്കുക, ജനലുകളെല്ലാം ക്ലോസ് ചെയ്യുക. ഞാൻ ഉപവസിച്ചു. ഈ ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് പിന്നെ പല കാര്യങ്ങൾ. ഇത് മേടിക്കാൻ പോണം, ഇത് കുക്ക് ചെയ്യാൻ പോണം, അതിനൊക്കെ പലരുടെ സഹായം വേണം. അപ്പൊ ഇത് ഈ ഡോറെല്ലാം അങ്ങ് ക്ലോസ് ചെയ്തു. ജനലുകൾ അടയ്ക്കുക, കതകുകൾ അടയ്ക്കുക. ലോകവുമായിട്ടുള്ള കണക്ഷൻസ് ഓരോന്നോരോന്ന് കട്ട് ചെയ്യുക. അപ്പോളെ ദൈവത്തിലോട്ട് ശരിക്ക് തിരിയാൻ പറ്റും. വെറുതെ പട്ടിണി കിടന്നുകൊണ്ട് കാര്യമൊന്നുമില്ല. ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് പ്രധാനം. ഉപവാസം വെറും ആചാരമാക്കി ചെയ്യുന്നവരുണ്ട്, ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട്. കുഴപ്പമില്ല, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. വെറുതെ ആണേലും ഉപവസിക്കുന്നത് നല്ലത്. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. വണ്ണമെങ്കിലും കുറയുമല്ലോ. പക്ഷേ അതിന്റെ ശരിയായ പ്രയോജനം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ ലോകത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുക എന്നത്, തിരിയുക എന്നത്. അതിനുവേണ്ടി ഞാൻ ഉപവസിച്ചു, ഞാൻ രട്ടെടുത്തു, ഞാൻ വെണ്ണീറിലിരുന്നു. ഇന്നാണെങ്കിൽ ഞാൻ ഇതും കൂടെ ചേർക്കും. മൊബൈൽ ഓഫ് ചെയ്തു, ഇന്റർനെറ്റ് കട്ട് ചെയ്തു. ഉപവസിച്ചു, രട്ടെടുത്തു, വെണ്ണീറിലിരുന്നു, മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു, ഇന്റർനെറ്റ് കട്ട് ചെയ്തു. ദാവീദിനും പൗലോസിനൊന്നും ആ പ്രശ്നങ്ങളില്ലായിരുന്നു. ഇന്നൊരാളോട് ചോദിച്ച, ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഉപവസിക്കാവോ? എത്ര ദിവസം വേണേലും ഉപവസിക്കും. പിള്ളേർക്ക് ഇപ്പൊ അങ്ങനെ അധികം ഭക്ഷണം വേണ്ട, കാരണം 6 പാക്ക് ആകാനുള്ള ശ്രമമല്ലേ. പക്ഷെ മൊബൈൽ ഓഫ് ആക്കാവോ? അത് ചിന്തിക്കാനൊക്കെ. മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പൊ ഇന്നത്തെ ഉപവാസം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫാസ്റ്റിംഗ് എന്ന് പേരിടണം. 12 മണിക്കൂർ 24 മണിക്കൂറൊക്കെ ഓഫ് ചെയ്യാവെന്ന് ചോദിക്കും പിള്ളേരോട്. സ്തോത്രം. ദാനിയേൽ ഇതെല്ലാം ചെയ്തത് എന്തിനാണെന്നറിയാമോ? ജനലുകളെല്ലാം അടയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു, ഇന്നത്തെ വാർത്തകൾ എന്തെങ്കിലും വായിച്ചോ? അദ്ദേഹം പറഞ്ഞു, ഇല്ല. എന്താ വായിക്കാത്തത്? 90% അസത്യവും 10% സത്യവുമുള്ള പത്രം വായിക്കുന്നതിനേക്കാൾ 100% സത്യമുള്ള വചനം വായിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ വായിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. ചുമ്മാ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബൈബിൾ തുറക്കും, ഇച്ചിരി നേരം വായിക്കും. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹം ഒരു അസാധാരണ ശുശ്രൂഷയുടെ ഉടമയായിരുന്നു. നമ്മെ ലോകത്തിലേക്ക് തിരിക്കുന്ന എല്ലാ ഡോറുകളും അടയ്ക്കുക. നമ്മുടെ ശരീരമല്ല, നമ്മൾ തന്നെ പൂർണ്ണമായി ദൈവത്തിങ്കിലേക്ക് തിരിയുക. എന്നോട് സംസാരിക്കുന്ന ശബ്ദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. എന്നോട് സംസാരിക്കുന്ന നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന്. നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഉള്ളം പറയുന്നു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു. തിരിഞ്ഞപ്പോൾ ഞാൻ 7 നിലവിളക്കുകളെയും മതി, വേണ്ട. തിരിഞ്ഞപ്പോൾ ഞാൻ വേറൊരു യേശുവിനെ കണ്ടു. അതാണ് കറക്റ്റ്. തിരിഞ്ഞപ്പോൾ ഞാൻ വേറൊരു യേശുവിനെ കണ്ടു. ഇതിനു മുമ്പ് കണ്ടപ്പോൾ ഞാൻ അവന്റെ മാറിൽ ചാരിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അവനെ കണ്ട വഴി കൊലാപ്സ് ആയിപ്പോയി. മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ.
ഇത് രണ്ട് ഒരു യേശുവാണോ? അതെ. ഉയർത്തെഴുന്നേറ്റ യേശു, തേജസ്കരിക്കപ്പെട്ട യേശു. പ്രൈസ് ദി ലോർഡ്. നാം തിരിയുമ്പോൾ കർത്താവിനെ നാം കാണേണ്ട പോലെ കാണും. അതാണ് സത്യം. അതാണ് സത്യം. കർത്താവിനെ കാണേണ്ട പോലെ കണ്ടാൽ നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയും. പറയാൻ എളുപ്പമാണ്, പ്രായോഗികമാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നമ്മൾ കണ്ടതിനേക്കാൾ ഒത്തിരി വലിയവനാണ് യേശു. നമ്മൾ അറിഞ്ഞതിനേക്കാൾ ഒത്തിരി വ്യത്യസ്തനാണ് യേശു. അവനെ ഒന്നുകൂടെ കാണാൻ, അവനെ ഒന്നുകൂടെ അറിയാൻ നമ്മുടെ ഉൾക്കണ്ണുകളെ നമുക്ക് ഇന്ന് തുറക്കണേ എന്ന് കർത്താവിനോട് പറയാം. അപ്പോഴേ സീസൺ അറിയാൻ പറ്റൂ. വാസ്തവത്തിൽ യോഹന്നാൻ പത്മോസിൽ വെച്ച് കണ്ട ആ കാഴ്ചയാണ് ദൈവസഭയുടെ എക്കാലത്തെയും പ്രതീക്ഷ. അതിക്രൂരമായ പീഡനത്തിന് വിധേയനാക്കിയ യേശു കർത്താവാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. അതോടുകൂടെ ദൈവസഭയുടെ ഭാവിയെ പറ്റിയുള്ള വ്യക്തമായ ചിത്രം കൃത്യമായി എഴുതി സഭയ്ക്ക് നൽകുവാൻ യോഹന്നാനെ ദൈവം പ്രാപ്തനാക്കി. നമ്മൾ ഈ സീസണിൽ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാൽ ദൈവസഭയെ നയിക്കുവാനുള്ള സന്ദേശം ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും നിശ്ചയം. കർത്താവിനെ കാണേണ്ട പോലെ അവൻ കണ്ടു. അവന്റെ കണ്ണ് തീപ്പന്തം പോലെ, അവന്റെ കാലുകൾ ഉലയിൽ ചുട്ടുപൊഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യം. വ്യത്യസ്തനായ ഒരു യേശുവിനെ, ഇന്ന് വരെ കണ്ടതിനേക്കാൾ ശ്രേഷ്ഠനായ ഒരു യേശുവിനെ, തേജോമയനായ ക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടു. യോഹന്നാൻ ഭയത്തിൽ നിന്ന് പുറത്തു വന്നു, നിരാശയിൽ നിന്ന് പുറത്തു വന്നു, ഡിപ്രഷനിൽ നിന്ന് പുറത്തു വന്നു. അവനെ കണ്ടിട്ട്, വാക്യം 17, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. എന്റെ ചിന്ത ബോധം കെട്ടുപോയെന്നാ. കാരണം അങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്, മരിച്ചവനെ പോലെ, മരിച്ചവനെ പോലെ അടിച്ചു വീണുപോയി. വേറെ ആരും അടുത്തില്ലാഞ്ഞതുകൊണ്ട് ആരും അതിന്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല. ആ മനുഷ്യൻ എത്ര സമയം അങ്ങനെ കിടന്നു കാണും? മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ. അപ്പോൾ കർത്താവ് വലങ്കൈ യോഹന്നാന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ഉദ്ധരിക്കാറുള്ളതാണ്. പക്ഷെ ഈ വാക്യം യോഹന്നാന്റെ പേഴ്സണൽ പ്രെയർ റൂമിൽ കർത്താവ് അവനോട് പറഞ്ഞ വാക്കാണ്. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്, ഞാൻ ജീവനുള്ളവനാണ്. പക്ഷെ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശം ഉണ്ട്. പരമാധികാരിയായ ക്രിസ്തു മാറിപ്പോകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു. ആള് തന്നെയാണിത്. ദ സെയിം ജീസസ്. ഞാൻ മരിച്ചവനായിരുന്നു,
അപ്പോൾ യോഹന്നാൻ ഓർമ്മ വരും. പീലാത്തോസിന്റെ മുമ്പിൽ നിന്നതും ഹന്നാവിന്റെ കയ്യപ്പാവിന്റെ മുമ്പിൽ നിന്നതും അടികൊണ്ടതും തുപ്പലേറ്റതും എല്ലാം ഓർമ്മ വരുന്നുണ്ട്. ഞാൻ മരിച്ചവനായിരുന്നു, അതെ, ആ ആള് തന്നെയാണിത്. പക്ഷെ ഇപ്പൊ ആളല്ല, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. പറഞ്ഞാൽ ഇനി മരിക്കില്ല, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുകൾ എൻ്റെ കൈവശമുണ്ട്. ക്രിസ്തീയ പ്രത്യാശയുടെ താക്കോലാണിത്. ക്രിസ്തീയ പ്രത്യാശയുടെ താക്കോലാണ് ഈ വാക്ക്. യേശു ജീവിക്കുന്നു, എന്നേക്കും ജീവിക്കുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിക്കുന്നു. കർത്താവ് ഇന്ന് ജീവിക്കുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. ഇതിനേക്കാൾ വലിയ വെളിപ്പാട് ആവശ്യമില്ല. യേശു ജീവിക്കുന്നു, അതുകൊണ്ട് നമ്മളും ജീവിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. താങ്ക് യു ജീസസ്. പാസ്റ്റർ എം വർഗീസ് പ്രാർത്ഥിക്കാമോ? അതിനുശേഷം എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കാം എന്ന പാട്ട് എബിൻ ഉണ്ടെങ്കിൽ പാടും. ഞങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശത്തിനായി സ്തോത്രം. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുമ്പോൾ കാലഘട്ടങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിർമ്മതരായി പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അതിനേക്കാൾ അപ്പുറമായി കർത്താവേ, ഞങ്ങൾ ദൈവത്തിലേക്ക് തിരിയേണ്ടതുപോലെ തിരിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പത്മോസ് ലേഖനായി തീർന്ന യോഹന്നാൻ തിരിഞ്ഞപ്പോൾ കണ്ട ആ പുതിയ യേശുവിനെ ഞങ്ങൾക്കൊന്ന് അനുഭവിച്ചറിയുവാൻ ഇന്റർനെറ്റിന്റെ പ്രശ്നമുണ്ട്. പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ കട്ടായി പോകുന്നു. പ്ലീസ് എബിൻ. എന്നേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. മന്നീലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുന്നിൽ മഹത്വത്തിനാ. ഇനി വിണ്ണീല വീട്ടിൽ ചെന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ പാർത്തിടുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. എന്നേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയാ, ജയം ഹല്ലേലൂയാ, യേശു കർത്താവ് ജീവിക്കുന്നു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയുന്ന കാര്യം എന്താണ്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വെളിപ്പാടിൽ പഠിച്ചൊരു കാര്യം പറയാം. ഇപ്പൊ തന്നെ 4:1 വായിക്കുമ്പോ
പത്രോസിന്റെ മനസ്സ് നമ്മൾ വായിക്കണം. പത്രോസിന്റെ ലേഖനം മാത്രം വായിച്ചാൽ പോരാ. ഇത് നാളെ ഒരു ബുക്ക് ആകുകയാണെങ്കിൽ ആ ബുക്കിന്റെ പേര് പത്രോസിന്റെ ജീവിതവും സന്ദേശവും എന്നായിരിക്കും. അപ്പൊ ഈ ലേഖനം വായിക്കുമ്പോഴെല്ലാം പത്രോസിന്റെ മനസ്സ് വായിക്കണം, ബൈബിൾ മാത്രം വായിച്ചാൽ പോരാ. അപ്പൊ 4:1 വായിക്കുമ്പോൾ പത്രോസ് വാളെടുത്ത് മറ്റേ സഹോദരന്റെ ചെവി വെട്ടിമുറിച്ച കാര്യമാണ് മനസ്സിലിരിക്കുന്നത്. ആ ഭാവമായുധമായി ധരിപ്പീൻ. ഞാൻ അറിയാതെ ആയുധം മാറിപ്പോയ ഒരു മണ്ടനാണ്, നിങ്ങൾക്കത് പറ്റരുതെന്നാ പറഞ്ഞത്. ഓക്കെ, അതുപോലെ തന്നെ ഈ 7-ാം വാക്യം വായിക്കുമ്പോഴും പത്രോസിന്റെ മനസ്സ് വായിക്കണം. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുവീൻ എന്ന് പറയുമ്പോൾ ഗെത്സമന തോട്ടത്തിൽ ഉറക്കം തൂങ്ങുന്ന പത്രോസിനെ കാണണം. പിടികിട്ടിയോ? ഗെത്സമന തോട്ടത്തിൽ പിടിച്ചാ നിൽക്കാത്ത ഉറക്കം, ഉറങ്ങി തല കുത്തി വീഴുക. പായില്ല, തലേണയില്ല, കട്ടിലില്ല, എയർ കണ്ടീഷൻ ഇല്ല, ഫാനില്ല, ഒന്നും വേണ്ട. ഉറക്കം ഉണ്ടെങ്കിൽ, ഉറക്കം ഇല്ലെങ്കിൽ ഇതെല്ലാം ഇട്ടിട്ടും കാര്യവുമില്ല. ഇതെല്ലാം അനുഭവത്തിൽ നിന്നാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പ്രാർത്ഥനാ സ്ഥലത്ത് ഉറങ്ങിപ്പോയി. ഒന്നല്ല, രണ്ടല്ല, പല പ്രാവശ്യം ഉറങ്ങിപ്പോയി. എന്താ കാര്യം? സീസൺ മനസ്സിലാകാത്തതുകൊണ്ടാണ്. അപ്പൊ കർത്താവ് ഒന്ന് തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. മത്തായി 26 കിടപ്പുണ്ട്, അറിയാവുന്ന വാക്കായതുകൊണ്ട് എടുപ്പിക്കുന്നില്ല, സമയം ലാഭിക്കാം. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. എന്താ അർത്ഥം? പരീക്ഷ അടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പത്രോസ് അറിഞ്ഞിട്ടില്ല. ഇന്നത്തെ പല കുട്ടികളെയും പോലെ പരീക്ഷ അടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കുട്ടികൾ അറിയുന്നില്ല, പത്രോസ് അറിഞ്ഞില്ല. കർത്താവ് പറഞ്ഞു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. അപ്പൊ സീസൺ അറിഞ്ഞില്ല. കർത്താവ് അറിഞ്ഞേച്ച് പറയുക പരീക്ഷ എടുത്തിട്ടുണ്ട്. ഉടനെ പത്രോസിന്റെ മറുപടി, അടുത്തോട്ടെ, ഞാൻ മരിക്കാൻ തയ്യാറല്ലേ, അതുകൊണ്ട് എന്നെ ബാധിക്കുകയില്ല. കർത്താവ് പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത് വളരെ വൈകിയ. പത്രോസ് പിന്നെ അത് തിരിച്ചറിഞ്ഞു. അയ്യോ, പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണയുള്ളപ്പോൾ എന്ത് വിലയും കൊടുത്ത് പ്രാർത്ഥിക്കണം, എന്ത് പരിപാടിയും ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുവാൻ ഒരു ഉൾവിളി കിട്ടുമ്പോൾ, വചനത്തിലൂടെയോ ദർശനത്തിലൂടെയോ ഒരു ശുശ്രൂഷ മധ്യത്തിലോ പ്രാർത്ഥിക്കുവാൻ ഒരു ഉൾവിളി, ഒരു പ്രേരണ കിട്ടുമ്പോൾ എല്ലാം ക്ലോസ് ചെയ്ത് പ്രാർത്ഥിക്കണം. കാരണം അതൊരു മുന്നറിയിപ്പാണ്. അപ്പൊ ഗെത്സമന തോട്ടത്തിൽ പറ്റിയ അബദ്ധം മനസ്സിൽ വെച്ചുകൊണ്ട് എഴുതുകയാണ്, എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. 3 കാര്യമാണ്. 1, സീസൺ മനസ്സിലാക്കുക. 2, സുബോധം, സോബർ മൈൻഡ്, സൗണ്ട് മൈൻഡ്. 3, ആത്മനിയന്ത്രണം. എല്ലാം കൂടെ കൂട്ടിയാൽ ഒന്നേ ഉള്ളൂ, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലത്. അല്ല, നമ്മളെ പ്രാർത്ഥനയിലോട്ട് നയിക്കുന്ന ഘടകം എന്തുവാ? നമുക്കൊന്ന് ധ്യാനിക്കാം ഒരു സെക്കൻഡ്. നമ്മളെ പ്രാർത്ഥനയിലോട്ട് നയിക്കുന്ന ഘടകം എന്താണ്? ഇന്ധനം, ഫ്യൂവൽ ഓഫ് ദ പ്രയർ. വണ്ടി ഓടാൻ
പെട്രോൾ അടിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഒരു ഇന്ധനം വേണം. പ്രാർത്ഥിക്കാനായിട്ട് നമ്മളെ തള്ളുന്ന എന്താ കാര്യം? ബൈബിളിൽ നോക്കാം, അല്ലെ അനുഭവത്തിൽ നോക്കാം. നിങ്ങൾ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത് എന്തിനായിരുന്നു, എപ്പോഴായിരുന്നു? ഇന്നലെ, മിനിഞ്ഞാന്ന്, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പ്രാർത്ഥിച്ചത് എന്തിനായിരുന്നു, എപ്പോഴായിരുന്നു? നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യം വന്നപ്പോഴാണ്. ശരിയാണോ? നമ്മളോട് ആളുകൾ പ്രാർത്ഥിക്കാൻ പറയുന്നത് എപ്പോഴാണ്? പനി വരുമ്പം, അല്ലേ? കോവിഡ് വരുമ്പം, നെഞ്ചുവേദന വരുമ്പം, പിള്ളേർ ഉഴപ്പുമ്പം, കുട്ടികളുടെ കല്യാണ സമയത്ത് നടക്കാതെ വരുമ്പം, പിള്ളേർക്ക് മക്കളില്ലാതെ വരുമ്പം, തലവേദന വരുമ്പം, ഒരു സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറയുമ്പം, ഇങ്ങനെ വ്യക്തിപരമായ ആവശ്യങ്ങളാണ് നമ്മളെ പ്രാർത്ഥനയിലോട്ട് നയിക്കുന്നത്. ശരിയാണോ? ഏതൊരു മനുഷ്യനും പ്രാർത്ഥനയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ഹന്നയുടെ കാര്യം പറയും. ഹന്നയെ പ്രാർത്ഥനയോട്ട് നയിച്ച ഘടകം എന്താ? പല ഘടകങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം പെനീന തന്നെയാണ്. അപ്പൊ നന്ദി പറയേണ്ടത് പെനീനയ്ക്കാണ്, അല്ലേ? ഹന്നയെ വളരെ സ്നേഹിച്ചിരുന്ന ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. മാതൃകാ കുടുംബം എന്ന വിഷയം ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ഈ കുടുംബത്തെ എടുക്കാറുണ്ട്. ആ പുള്ളിക്കാരത്തിയുടെ ഭർത്താവ് നല്ലൊരു മനുഷ്യനാണ്. പുള്ളി പറഞ്ഞു, ഞാൻ നിനക്ക് 10 പുത്രന്മാർക്കാൾ നല്ലതല്ലേ? അങ്ങനെ പറയാൻ ധൈര്യമുള്ള എത്ര അച്ചായന്മാരുണ്ട്? മക്കളില്ലാത്ത ഭാര്യമാരെ പുച്ഛിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്ന ഭർത്താക്കന്മാരുള്ള തലമുറയിൽ മക്കളെ പ്രസവിക്കാൻ പ്രാപ്തിയില്ലാത്ത ഹന്നാമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പറയുക, നിനക്ക് ഞാനില്ലേടി, നീ എന്തിനാ കരയുന്നത്? ഇതൊക്കെ ഒരു 10-60 വയസ്സുള്ള സഹോദരിയോട് പറയാൻ കരുത്ത് വേണം. 20-25 വയസ്സിലൊക്കെ പറയാൻ വലിയ വിഷമമില്ല. നിനക്ക് ഞാനില്ലേ എന്ന് പറയാൻ കരുത്തുള്ള ഭർത്താവ്. പക്ഷെ അതിനെ പൊട്ടിച്ചിട്ട് അവൾ പ്രാർത്ഥിക്കാൻ പോയത്. അതാ മനസ്സിലാക്കേണ്ടത്. ലോകപ്രകാരമുള്ള സ്നേഹവും കെയറും നിനക്ക് നഷ്ടപ്പെടുന്നെങ്കിൽ ഓർത്തോ, പ്രാർത്ഥിക്കാൻ കുറച്ചുകൂടെ സൗകര്യം. അത് ലോകപ്രകാരമുള്ള കംഫർട്ട് എല്ലാം കിട്ടിയാൽ നമ്മൾ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് ചിലതെല്ലാം തമ്പുരാൻ അങ്ങ് കട്ട് ചെയ്തിരിക്കുക. ഈ തലമുറയിൽ നിന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനാക്കുക. കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹന്ന പെനീന്നയുടെ പീഡനവും ഭർത്താവിന്റെ സ്നേഹവും രണ്ടും തള്ളി മാറ്റിയിട്ട് പ്രാർത്ഥനയ്ക്ക് പോയി. ചില സ്നേഹങ്ങളും ചില വിമർശനങ്ങളും നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് തടയും. രണ്ടിനെയും സ്നേഹത്തോടെ ഒഴിവാക്കിയിട്ട് പ്രാർത്ഥനയ്ക്കായി ഓടുന്നവൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മളെ പ്രാർത്ഥനാ മുറിയിലോട്ട് തള്ളിവിടുന്നത് പലപ്പോഴും ആവശ്യങ്ങളാണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ആവശ്യം തീർന്ന പ്രാർത്ഥന തീർന്നു. ശരിയാണോ? അപ്പൊ പിന്നെ ദൈവം തമ്പുരാൻ എന്നാ ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് ഓരോ ആവശ്യം ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കുകയല്ല, നീ കിടന്നുറങ്ങും. അപ്പോൾ ആവശ്യങ്ങളെല്ലാം അങ്ങോട്ട് നിറവേറ്റിയാലും പ്രാർത്ഥിച്ചേ പറ്റുന്നൊരു സ്വഭാവത്തിലോട്ട് വന്നാൽ പിന്നെ ദൈവത്തിനും ആശ്വാസമായി, നമുക്കും ആശ്വാസം. സ്തോത്രം. അപ്പൊ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാതെ സീസൺ അറിഞ്ഞ് പ്രാർത്ഥിച്ച, സീസൺ എന്ന വാക്കങ്ങ് മാറ്റിയിട്ട് ആത്മപ്രേരണയാൽ പ്രാർത്ഥിച്ച, സുബോധത്തോടെ പ്രാർത്ഥിച്ച, ആത്മനിയന്ത്രണത്തോടെ പ്രാർത്ഥിച്ച, പത്രോസിന്റെ 4:7 വാക്യം. സുബോധത്തോടെ പ്രാർത്ഥിച്ച, ആത്മനിയന്ത്രണത്തോടെ പ്രാർത്ഥിച്ച, ദൈവപ്രേരണയാൽ പ്രാർത്ഥിച്ച, സീസൺ അറിഞ്ഞ് പ്രാർത്ഥിച്ച ചിലരെ നമുക്ക് നോക്കാം. എസ്ര
ഡാനിയല്, ജെറമ്യാവ്, അബ്രഹാം, പലരുണ്ട്. നമുക്ക് ആദ്യം അബ്രഹാമിനെ എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ വായിക്കണ്ട. അവിടെ അബ്രഹാമിന്റെ വീട്ടിൽ വന്ന ദൂതന്മാർ സോദോം വഴിക്ക് തിരിഞ്ഞു. അബ്രഹാം അവരുടെ കൂടെ പോയി. ദൈവം അബ്രഹാമിനോട് ദൈവത്തിന്റെ അടുത്ത കാര്യപരിപാടി പറഞ്ഞു. വാക്യം 20. സോദോമിന്റെയും ഗോമോറയുടെയും കേസ് അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇവിടെ നിന്ന് മാസ് പെറ്റീഷൻ വന്നിരിക്കുന്നു. അനീതി കൊടികുത്തി വാഴുകയാണ് അവിടെ. മ്ലേച്ഛത തകർത്തടിക്കുകയാണ് അവിടെ. അതൊന്ന് നേരിട്ട് കണ്ടിട്ട് ആക്ഷൻ എടുക്കാൻ വന്നതാണെന്നുള്ള കാര്യം ഫ്രണ്ട്സ് എന്ന നിലയിൽ അബ്രഹാമിനോടൊന്ന് പങ്കുവെച്ചു. ഇവിടെയൊക്കെയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ തുടക്കം. പ്രൈസ് ദി ലോർഡ്. ഫെലോഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ഇന്റിമസി, ഇന്റർസെഷൻ, ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പ്. ഫെലോഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, ഇന്റിമസി, ഇന്റർസെഷൻ, ഇതാണ് ഇതിന്റെ പടികൾ ഓരോന്നും. ഇന്റിമസിയിലേക്ക് വരാത്തവർക്ക് ഇന്റർസെഷനിലോട്ട് പോകേണ്ടി വരികയില്ല. അവർക്ക് ഇങ്ങനെ വീട്ടിലെ കാര്യമൊക്കെ പ്രാർത്ഥിച്ച് അങ്ങ് ജീവിതം കഴിച്ചു കൂട്ടാം. ദൈവമായിട്ട് നമ്മൾ കൂടുതൽ അടുക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയം നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിന്റെ പ്രോജക്റ്റ് നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിന്റെ നാളുകളിലെ 2022-ലെ 23-ലെ 25-ലെ കാര്യപരിപാടികൾ നമുക്ക് വെളിപ്പെടുത്തി തരും. മുഴുവനല്ലെങ്കിലും ഒരു പ്ലാൻ കിട്ടും. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ആവേശം കിട്ടും. പ്രൈസ് ദി ലോർഡ്. പലരും ഫെലോഷിപ്പ് ഉണ്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഇല്ല. അതിനേക്കാൾ അടുത്ത സ്റ്റെപ്പാണ് ഇന്റിമസി. കർത്താവുമായിട്ട് പിരിയാമേലാത്ത അടുപ്പം. നോക്കൂ, ഇവിടെ ഒരു വാക്യമുണ്ട്, അസൂയ തോന്നുന്ന വാക്യമാണ്. വാക്യം 17 ഞാൻ വായിക്കാം. ഞാൻ ചെയ്യാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? അസൂയ തോന്നും. കാരണം ദൈവം തമ്പുരാൻ ഇങ്ങനെ ചിന്തിക്കുക, ഈ ഡിസ്ട്രിക്റ്റിന്റെ അടുത്ത ഡിസ്ട്രിക്റ്റിൽ ഞാൻ ബോംബിട്ടിട്ട് പോയാൽ നാളെ അബ്രഹാമിന്റെ മുഖത്ത് എങ്ങനെ നോക്കും? അബ്രഹാം നാളെ എന്നോട് ചോദിക്കുകയല്ലേ, ഒരു വാക്ക് എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ, എനിക്കൊന്ന് പ്രാർത്ഥിക്കാനൊരു ചാൻസ് തന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇന്റിമസിയെ അത് ബാധിക്കും. അതുകൊണ്ട് അവരോടൊന്ന് പറഞ്ഞേക്കണം. ഇങ്ങനെ ഒരു ബന്ധം നമുക്ക് ദൈവത്തോട് വളർത്താൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു പദവിയില്ല. അതിനേക്കാൾ വലിയൊരു പദവിയില്ല. ഉടനെ ദൈവം ഇത് പങ്കുവെക്കുന്നു. പങ്കുവെച്ച വഴി അബ്രഹാം കയറി പിടിച്ചു. അതെങ്ങനെ ശരിയാവണേ? അവിടെ ഉള്ള മുഴുവൻ പേരും പാപികളാണോ? പിന്നെ ആർഗ്യുമെന്റ്സ് ആണ്. നമുക്ക് തോന്നും ആർഗ്യുമെന്റ്സ് ആണെന്ന്. വാസ്തവത്തിൽ ഇതാ മധ്യസ്ഥ പ്രാർത്ഥന. പായിട്ട് മുട്ടുകുത്തി സിയോൻ ഗീതാവലിയിലെ 4 പാട്ടൊക്കെ പാടിയാലേ നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയാവുള്ളൂ. അതൊക്കെ പാടിക്കോ, കാരണം വിഷയമില്ലെങ്കിൽ പിന്നെ അല്ലാതെ എന്നാ ചെയ്യുന്നു?
പല പ്രാർത്ഥനയും നടക്കുന്നത് ഈ പാട്ടുള്ളതുകൊണ്ടാണ്, പാട്ടുപുസ്തകം ഉള്ളതുകൊണ്ട്. പാട്ടുപുസ്തകവും പ്രസംഗവും ഇതൊക്കെ കൊണ്ടാണ് ഉപവാസ പ്രാർത്ഥന ഒരു വിധത്തിൽ നമ്മൾ തട്ടിക്കൂട്ടുന്നത്. പ്രസംഗ മത്സരമായി പോകാറുണ്ട് ചിലത്. ക്ഷമിക്കണം. വിഷയത്തിന്റെ ആഴത്തിലുള്ള വേദന അകത്ത് തട്ടിയാൽ പിന്നെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. കർത്താവേ പാടില്ല. അവിടെ കുറച്ച് വിശ്വാസികൾ, കുറച്ച് ദൈവഭക്തന്മാർ കാണില്ലേ? കാണും. നിർബന്ധം പിടിച്ചപ്പോ ദൈവതമ്പുരാൻ ഒന്നും അറിയാൻ മേലാത്ത പോലെ പറഞ്ഞു, എന്നാ കാണുമെങ്കിൽ നോക്ക്. അപ്പൊ അബ്രഹാമിന് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട് ഇതിനകത്ത്. സോ കർത്താവെ ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചു. ഒരു 50 പേര്. ഓക്കെ, 50 പേരെ കൊണ്ടുപോകാം, ഞാൻ വിട്ടേക്കാം, കേസ് പിൻവലിച്ചേക്കാം. മനസ്സിലായോ? ഒരു വലിയ മർമ്മം പറയാനുണ്ട് ഇതിനകത്ത്. സോദോമിൽ തീ വീഴാൻ കാരണം എന്താ? സാധാരണക്കാരൻ പറയും അവരുടെ പാപം കൊണ്ടാണ്. പ്രാർത്ഥിക്കുന്നവൻ പറയും അവിടെ 10 വിശ്വാസികൾ ഇല്ലാഞ്ഞുകൊണ്ടാണ്. പിടികിട്ടിയോ? എത്ര പേർക്ക് മനസ്സിലായി? കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത. സോദോമിൽ തീ വീഴാൻ കാരണം എന്താ? അവരുടെ പാപം കൊണ്ട്. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഇടിവിൽ നിൽക്കാൻ 10 പേരില്ലാഞ്ഞുകൊണ്ട്. 10 പേരെ കാണിച്ചെങ്കിൽ വേണ്ടെന്ന് വെച്ചേനെ. അങ്ങനെയല്ലേ ലാസ്റ്റ് വരുമ്പോ നമ്മൾ കാണുന്നത്? 50, 45, 40, 30, 20, 10. എന്തുകൊണ്ട് നീ വീണു? 10 പേരില്ലാഞ്ഞുകൊണ്ട്. അതാണ് അതിന്റെ ഉത്തരം. ഇവിടെ അബ്രഹാം പ്രാർത്ഥിച്ചത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണോ? അല്ല. അടുത്ത ചോദ്യം, അബ്രഹാമിന്റെ വ്യക്തിപരമായ ആവശ്യം, അബ്രഹാമിന് വ്യക്തിപരമായ ആവശ്യം ഉണ്ടോ? ഉണ്ട്. എത്ര വർഷം പഴക്കമുള്ള ആവശ്യം? 1/4 നൂറ്റാണ്ട് പഴക്കമുള്ള ആവശ്യം അബ്രഹാമിന് പെൻഡിങ്ങിൽ നിൽക്കുകയായിരുന്നു. ഓക്കെ, അതിന്റെ ആൻസർ കിട്ടിയിട്ട് 1 മണിക്കൂറേ ആയുള്ളൂ. വേദപുസ്തകം അറിയാവുന്നവരാണ് അധികം പേരും. 18-ാം അധ്യായം 10 മുതൽ വായിക്കുമ്പോൾ 1/4 നൂറ്റാണ്ട് പഴക്കം ചെന്ന അബ്രഹാമിന്റെ ആവശ്യം സാധിച്ചു. അബ്രഹാമിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി. ഇനി അതിൽ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ഇരിക്കേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ താൻ സോദോമിന് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കുന്നു. 18-ാം അധ്യായത്തിലെ മനോഹരമായ മറ്റൊരു വാക്യം, ഗംഭീരമായ ഒരു വാക്യമാണ് 17 നമ്മൾ കണ്ടത്. അതുപോലെ മറ്റൊരു മനോഹരമായ വാക്യം 22-ാം വാക്യമാണ്. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന സംബന്ധിച്ച് ബൈബിളിലെ ഏറ്റവും ശക്തമായ വാക്യം. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. ഒറ്റയ്ക്ക് നിന്നു എന്നതിനർത്ഥമുണ്ട്, മറ്റൊന്നിലേക്കും തിരിയാതെ നിന്നു എന്നതിനർത്ഥമുണ്ട്. അടുത്ത പ്രയോഗം, അബ്രഹാം അടുത്തു ചെന്നു. ദൈവസന്നിധിയിൽ നിൽക്കുന്നയാള് ഇതാ അടുത്തു ചെല്ലുന്നു. അപ്പോ ഇനിയും അടുക്കാനുണ്ട്. ആർക്ക് സാധിക്കും? മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെ അടുക്കാൻ പറ്റൂ. അടുത്തത് എന്താണ്? ആർഗ്യുമെന്റ്സ് ആണ്. ഇതെല്ലാം ഇന്റിമസിയിൽ നിന്ന് മാത്രം ഉളവാകുന്നതാണ്. അല്ലെങ്കിൽ നിലവിളിയും കരച്ചിലും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിനൊക്കെ അപ്പുറം കടന്നു. കർത്താവേ, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തൊരു ഡയലോഗാണ് അടുത്ത വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്. ഇവിടെ താൻ ദൈവനിയോഗത്താൽ പ്രാർത്ഥിക്കുന്നു.
സുബോധത്തോടെ പ്രാർത്ഥിക്കുന്നു, സീസൺ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, ആത്മനിയന്ത്രണത്തിൽ പ്രാർത്ഥിക്കുന്നു. 1 പത്രോസ് 4:7 വായിച്ച കാര്യം തന്നെയാണ്. നമ്മൾ അടുത്തൊരാളെ കാണിക്കാം. എസ്ര 9. ഒൻപതിന്റെ 3 ഈ വർത്തമാനം വായിച്ചാട്ട്. 9:3 ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ എന്റെ വസ്ത്രവും മേലങ്കിയും കീറി എന്റെ തലയിലും താടിയിലുമുള്ള രോമം വലിച്ചു പറിച്ച് സ്തംഭിച്ചു കുത്തിയിരുന്നു. ആമേൻ. നോക്കൂ, ഒരു ദൈവദാസന്റെ ഇരിപ്പ് കണ്ടോ? ഇതാണ് ആത്മഭാരം. സ്തംഭിച്ച് കുത്തിയിരുന്നു. പ്രാർത്ഥനയുടെ തുടക്കമാണ്. പ്രാർത്ഥന തുടങ്ങിയിട്ടില്ല, പ്രാർത്ഥനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുടക്കമാണ്. ദൈവത്തെങ്കിലേക്ക് തിരിയുന്ന കാര്യം നമ്മൾ ഇരമ്യാവിൽ കണ്ടല്ലോ, ദാനിയേലിൽ കണ്ടല്ലോ. അതാ സംഭവം. ദൈവത്തെങ്കിലേക്ക് തിരിയാനായിട്ടുള്ള തുടക്കമാണ്. പ്രാർത്ഥനയുടെ ബിഗിനിങ് ആണ്. കുത്തിയിരുന്നു. സന്ധ്യായാഗം വരെ സ്തംഭിച്ചു കുത്തിയിരുന്നു. 5-ാം വാക്യം. സന്ധ്യായാഗത്തിന്റെ സമയത്ത് ഞാൻ എന്റെ ആത്മതപനം വിട്ട് എഴുന്നേറ്റ് കീറിയ വസ്ത്രങ്ങളോടും മേലങ്കിയോടും കൂടെ മുട്ടുകുത്തി എന്റെ ദൈവമായ യഹോവെങ്കിലേക്ക് കൈമലർത്തി പറഞ്ഞതെന്തെന്നാൽ. അപ്പോൾ ഒരു പ്രാർത്ഥനാ മനുഷ്യന്റെ നിപ്പ് കണ്ടോ? മുട്ടുകുത്തിയിട്ട് കൈ മലർത്തി പ്രാർത്ഥിക്കുന്നു. മുട്ടുകുത്തി കൈ മലർത്തി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം പ്രാർത്ഥന തുടങ്ങുമ്പോൾ, എന്റെ ദൈവമേ, എന്റെ മുഖം എന്റെ ദൈവമായ നിങ്കിലേക്ക് ഉയർത്തുവാൻ ലജ്ജിച്ച് നാണിച്ചിരിക്കും. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളുടെ തലയ്ക്ക് മീതെ പെരുകി കവിഞ്ഞിരിക്കുന്നു. ഈ മനുഷ്യൻ പാപം ചെയ്തിട്ടല്ല, സഭയുടെ പാപം തനേറ്റെടുക്കുകയാണ്. സഭയുടെ അകൃത്യം തനേറ്റെടുക്കുകയാണ്. ദൈവസഭ അധപ്പതിക്കുന്നത് കാണുമ്പോൾ അതിന്റെ വാർത്തകൾ ഷെയർ ചെയ്യുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? ദൈവദാസന്മാർ എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ, വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വാർത്തകൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയുമാണോ നമ്മൾ ചെയ്യേണ്ടത്? അല്ല. നാം ആ അകൃത്യം ഏറ്റെടുക്കണം. ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയണം. ഒരാൾക്കൊരു വീഴ്ച പറ്റിയെന്ന് കേട്ടാൽ ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയണം. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്മാർക്ക് വേണ്ടി നാം വളരെ പ്രാർത്ഥിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം സൂമിൽ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ ഒരു പ്രവാചകൻ, ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുകയാണ്: ഒരു മനുഷ്യന്റെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ആ മനുഷ്യന് വേണ്ടി 12 മണിക്കൂറെങ്കിലും പ്രാർത്ഥിച്ചിരിക്കണമെന്ന്. കാരണം അദ്ദേഹം ഇഫക്റ്റീവായൊരു വചന ശുശ്രൂഷ തന്നാൽ ഉടനടി അദ്ദേഹത്തിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ശരീരത്തിലോ മനസ്സിലോ നേരിടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ടച്ചിങ് ആണെങ്കിൽ, നിങ്ങൾ വ്യക്തിബന്ധം ഇവിടെ ഇല്ല, വ്യക്തിബന്ധവും മുഖസ്തുതിയും ഒന്നും ഇവിടെ ഇല്ല, അത് അവരെ അറിയിക്കുകയും വേണ്ട. പക്ഷെ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ കുറച്ച് സമയം മാറ്റിവെക്കണം. ഒത്തിരി ഉപയോഗിക്കപ്പെട്ടവർക്ക് വീഴ്ച പറ്റിയെന്ന് കേൾക്കുമ്പം ഒരു ചെറിയ ചിരി വരാറുണ്ടോ നമുക്ക്?
എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ വന്നു പറഞ്ഞു, ഓ പുള്ളിയുടെ എല്ലാം കഴിഞ്ഞു. അയ്യോ, അങ്ങനെ പറയാമോ? അങ്ങനെ പറയാമോ? അങ്ങനെ പറയേണ്ടത് നമ്മളാണോ? അങ്ങനെ പറയാൻ വേറെ ആളുണ്ടല്ലോ, അതല്ലല്ലോ നമ്മുടെ ജോലി. അയ്യോ, അങ്ങനെ സംഭവിക്കരുത്, അങ്ങനെ സംഭവിക്കരുത്. എസ്ര ഏറ്റെടുക്കുകയാണ്. എസ്രയെ പ്രാർത്ഥനയിലേക്ക് നയിച്ച ഘടകം എന്താണ്? ഘടകം 3-ാം വാക്യത്തിലുണ്ട്. ഈ വർത്തമാനം കേട്ടപ്പോൾ. ഏത് വർത്തമാനം? ദൈവസഭയുടെ തകർച്ചയെ പറ്റിയുള്ള വാർത്ത കേട്ടപ്പോൾ. ഇത്രേ ഉള്ളൂ. ദൈവസഭയുടെ തകർച്ചയെ പറ്റിയുള്ള വാർത്ത കേട്ടപ്പോൾ. നാം കേൾക്കുന്ന വാർത്ത നമ്മെ പ്രാർത്ഥനാ മുറിയിലേക്കല്ലയോ നയിക്കേണ്ടത്? നാം കേൾക്കുന്ന വാർത്തകൾ നമ്മെ പ്രാർത്ഥനാ മുറിയിലേക്ക് നയിക്കേണ്ടതല്ലയോ? അങ്ങനെ എസ്ര പ്രാർത്ഥിക്കുന്നു. അടുത്ത പുസ്തകത്തിലോട്ട് വരുമ്പോൾ നെഹമ്യാവ്, അദ്ദേഹവും പ്രാർത്ഥനാ മനുഷ്യനാണ്. 2-ാം അധ്യായം, നെഹമ്യാവ് 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. അർത്തമിഷ്ട് മഹാരാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായി ഇരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനം ഒന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യവും അതിന്റെ വാതിലുകൾ തീ കൊണ്ടും വെന്ത് കിടക്കെ എന്റെ മുഖം വാടാതിരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. സ്തോത്രം. രാജാവിനോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് സംസാരിച്ചു. നീണ്ട പ്രാർത്ഥനയുമുണ്ട്, കൊച്ചു പ്രാർത്ഥനയുമുണ്ട്, രണ്ടും പഠിക്കണം. എസ്ര രാവിലെ മുതൽ വൈകുന്നേരം വരെ മുട്ട നിന്നു. നെഹമ്യാവ് ഒരു 1 മിനിറ്റ് പ്രയർ അങ്ങ് പാസ്സാക്കി. രണ്ടും പരിശീലിക്കണം. രാജാവിന്റെ മുമ്പിലായിരിക്കുന്നത്, പായിട്ട് പാട്ടുപാടി പ്രാർത്ഥിക്കാനൊന്നും അന്നേരം പറ്റൂല. അതൊക്കെ ഒരു മെനകേടാവില്ല. അതിനാ പരിജ്ഞാനം എന്ന് പറയുന്നത്. തന്റെ ദുഃഖം മുഖത്ത് കണ്ടു. ദുഃഖം എന്തിന്റെയാ? സഭയെക്കുറിച്ചാ. മുഖത്തുനിന്ന് ദുഃഖം കണ്ടു. നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും? നമ്മുടെ തലമുറയിലാണ് ഏറ്റവും കൂടുതൽ പിന്മാറ്റം നടന്നിട്ടുള്ളത്, അറിയാമോ? വൻകിട നേതാക്കൾ തകർന്നുപോയി നമ്മുടെ തലമുറയിൽ. സുവിശേഷീകരണത്തിന് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച വമ്പന്മാര് തകർന്നുപോയി നമ്മുടെ തലമുറയിൽ. പേര് പറയാൻ ഞാൻ ഭയപ്പെടുന്നു. വമ്പന്മാർ തകർന്നുപോയി നമ്മുടെ തലമുറയിൽ. എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും? നെഹമ്യാവിന്റെ മുഖത്ത് ഭയങ്കര ദുഃഖം. നെഹമ്യാവും രാജാവുമായിട്ട് ഭയങ്കര അടുപ്പമുള്ളത് കൊണ്ട്, അടുപ്പമുള്ളവർക്ക് മുഖത്ത് നോക്കിയാൽ കാര്യം അറിയാം, എന്തോ സംഭവിച്ചിട്ടുണ്ട്. രാജാവ് ചോദിച്ചു, എന്താ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു? ഓ, എന്റെ മുഖത്തിന് എന്നാ കുഴപ്പം? എനിക്ക് എന്റെ മൂക്ക് അവിടെ തന്നെയുണ്ട്, കണ്ണ് അവിടെ തന്നെ ഉണ്ട്. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. മുഖം മാറുമ്പോ ഒക്കെ മനസ്സിലാവുന്നേ സ്നേഹമുള്ളവർക്ക് മനസ്സിലാവും. എന്നാ നിന്റെ മുഖത്തിന് വിഷമോ? പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ചർച്ചിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പറഞ്ഞോ, എന്ത് വിഷയാണെങ്കിലും പരിഹരിക്കാം. അവിടെ ഒരു ഞെട്ടിപ്പിക്കുന്ന വാക്കാണ് വാക്യം 4. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എത്ര മിനിറ്റ് എടുത്ത് കാണും പറ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. രാജാവ് ഒരു ചാൻസ് കൊടുത്തിരിക്കുക, നിന്റെ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോ
ഞാനൊരു 2 ദിവസം പ്രാർത്ഥിച്ചിട്ട് പറയാൻ കേട്ടോ എന്ന് പറഞ്ഞാൽ തീർന്നു, പരിപാടി തീർന്നു. അവിടെ ഒരു 30 സെക്കൻഡിൽ ഒതുങ്ങുന്ന ഒരു പ്രാർത്ഥന മൗനമായിട്ട് പ്രാർത്ഥിച്ചു. എന്റെ പൊന്നു കർത്താവെ, വിടുവാ ഇത്തരം പറയാതെ കൃത്യമായിട്ട് പറയാൻ കൃപ തരണമേ. ഈ ചാൻസ് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടണമേ. ഒരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കാര്യം പറഞ്ഞു. അതൊരു വിടുതലായിരുന്നു, അതൊരു റിവൈവലായിരുന്നു. ദൈവസഭയുടെ ചരിത്രം മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. കർത്താവ് കോരേശിന്റെ മനസ്സിനെ ഉണർത്തി. ദൈവജനത്തിന് സ്വാതന്ത്ര്യത്തിനും വിടുതലിനുമുള്ള വാതിൽ തുറന്നു. നെഹമ്യാവ് പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. നെഹമ്യാവിന്റെ പുസ്തകം ഒന്ന് ഓടിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന മുഴുവൻ നമുക്ക് കാണാം. എവിടെ നോക്കിയാലും കൊച്ചു കൊച്ചു പ്രാർത്ഥനയാണ് കാണുന്നത്. അതാണ് നെഹമ്യാവിന്റെ ഒരു പ്രത്യേകത. 4:9 വരുമ്പോൾ യെരുശലേമിന്റെ നേരെ യുദ്ധം ചെയ്യേണ്ടതിനും അവിടെ കലക്കം വരുത്തേണ്ടതിനും അവരൊക്കെയും ഒന്നിച്ചു കൂട്ടുകെട്ടുണ്ടാക്കി ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കൊച്ചു കൊച്ചു പ്രാർത്ഥനയാണ്. ഈ പുസ്തകം മുഴുവൻ നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. ഒരു വിഷയം വന്ന ഉടനെ ഒരു കൊച്ചു പ്രാർത്ഥന. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഇതാണ് നെഹമ്യാവ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം. ഉപവസിക്കേണ്ട സമയത്ത് താൻ ഉപവസിക്കുന്നുമുണ്ട്. താൻ ദീർഘസമയങ്ങൾ പ്രാർത്ഥനയിൽ ഇരിക്കുന്നതും ഈ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒൻപതാം അധ്യായം മുഴുവൻ പ്രയറാണ്, ശക്തമായ പ്രയറാണ് 9-ാം അധ്യായം. എന്നാൽ ഈ മനുഷ്യൻ ആരാന്നൊന്ന് പരിചയപ്പെട്ടാലേ നമുക്ക് അവരുടെ പ്രാർത്ഥനയോടൊരു ബഹുമാനം തോന്നുന്നു. നെഹമ്യാവ് ആരാണെന്നൊന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടണം. ഗവർണറായിരുന്നു. അദ്ദേഹത്തിന്റെ ബംഗ്ലാവും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിക്കാം. ഞാൻ വായിക്കാം. 5-ാം അധ്യായം. അതിന്റെ 17 യഹൂദന്മാരും പ്രമാണികളുമായ 150 പേരല്ലാതെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ നിന്നും ഞങ്ങളുടെ അടുക്കൽ വന്നവരും എന്റെ മേശയ്ക്കൽ ഭക്ഷണം കഴിച്ചു പോന്നു. എനിക്ക് ഒരു ദിവസത്തേക്ക് 1 കാളയും വിശേഷമായ 6 ആടിനെയും പാകം ചെയ്യും, പക്ഷികളെയും പാകം ചെയ്യും. 10 ദിവസത്തിലൊരിക്കൽ സകലവിധ വീഞ്ഞും ധാരാളം കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കഠിനമായതിനാൽ ഗവർണർക്കുള്ള ശമ്പളം ഞാൻ ആവശ്യപ്പെട്ടില്ല. എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. അതെ, ഇങ്ങനെ സീസൺ അറിഞ്ഞ് പ്രാർത്ഥിച്ച ഒത്തിരി പേരെ നമുക്ക് തിരുവെഴുത്തിൽ കാണാം. ഇതാണ് പത്രോസ് നമുക്ക് തരുന്ന പ്രബോധനം. സങ്കീർത്തനത്തിൽ ദാവീദും അതിനോട് യോജിക്കുന്ന നല്ലൊരു ചിന്ത നമുക്ക് തരുന്നുണ്ട്. 27-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം. 27-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം. എന്റെ മുഖം അന്വേഷിപ്പീൻ. അത് ഇൻവെർട്ടഡ് കോമാസിലാണ് ആ വാക്കിയിട്ടിരിക്കുന്നത്. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നു എന്ന് എന്റെ ഉള്ളം പറയുന്നു, എന്റെ ഹൃദയം പറയുന്നു. പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഉൾവിളിയാണിത്. ഇതാണ് സുബോധത്തോടെയുള്ള പ്രാർത്ഥന. ഇതാണ് സീസൺ അറിഞ്ഞുള്ള പ്രാർത്ഥന.
ഇതാണ് ആത്മനിയന്ത്രണത്തിലുള്ള പ്രാർത്ഥന. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല ഇത്. ഉള്ളിലൊരു ഭാരം, പ്രാർത്ഥിക്കണം. പ്രിയരെ, അത് കെടുത്തി കളയരുത്. അത് കെടുത്തി കളയരുത്. ആ വിധത്തിലുള്ള ആരെയെങ്കിലും കണ്ടെത്തണം, ഫോൺ വിളിക്കണം, ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അതിന് ഭയങ്കര ശക്തിയുണ്ട്. നിങ്ങൾക്കൊരാത്മപ്രേരണ പ്രാർത്ഥനയ്ക്കുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന 1-2 പേരെ കൂടെ അറിയിക്കണം. പറ്റുമെങ്കിൽ കോവിഡിന്റെ പ്രശ്നമൊക്കെ ഒന്ന് ഒതുങ്ങിയെങ്കിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ, അധികം ആള് വേണ്ട, പ്രാർത്ഥിക്കണം. ഉടനെ മറുപടി കണ്ടില്ലെങ്കിലും ദേശത്ത് മാറ്റങ്ങൾ വരും പ്രാർത്ഥനയാൽ. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കിൽ നിന്ന് കൽപ്പന വന്നുവെന്ന് എന്റെ ഉള്ളം പറയുന്നു. യിരെമ്യാവിനെ നോക്കൂ. യിരെമ്യാവ് 9-ാം അധ്യായം 1-ാമത്തെ വാക്യം വളരെ പ്രസിദ്ധമാണ്. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ വളരെ പ്രസിദ്ധമാണ്. യിരെമ്യാവ് 9:1. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവയും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഒരു മനുഷ്യൻ നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ, എന്റെ തല ഒരു വാട്ടർ ടാങ്കും എന്റെ കണ്ണ് ഒരു ടാപ്പ് പോലെയും ആക്കണമേ. നിർത്താതെ കരയാൻ, നിർത്താതെ പ്രാർത്ഥിക്കാൻ എനിക്കൊരു കൃപ തരണേ കർത്താവേ. പ്രിയരെ, പത്രോസ് നമുക്ക് തരുന്ന ഈ ആഹ്വാനം നമുക്കിന്ന് രാവിലെ ഏറ്റെടുക്കാം. എന്റെ കർത്താവേ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പാൻ എന്നെ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് എത്ര പേര് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും? ആ കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, എന്നിട്ട് മുമ്പോട്ട് പോകാം. പ്രിയരെ, ഇതൊരു പ്രേരണയല്ലേ? ഇത് ദൈവം നമ്മോട് സംസാരിക്കുന്ന നിമിഷമല്ലേ? ഇത്രയും ഭീകര സംഭവങ്ങൾ ലോകം മുഴുവൻ നടന്നു. ആര് പ്രാർത്ഥിച്ചു? കുറച്ചു പേരൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷെ വേണ്ടപ്പെട്ട കോണുകളിൽ നിന്നൊന്നും വേണ്ട പോലെ പ്രാർത്ഥനയ്ക്കുള്ള ആഹ്വാനമോ ഒന്നും നടന്നിട്ടില്ല. ഉന്നത സ്ഥലങ്ങളിൽ നിന്നൊന്നും വേണ്ടത്ര പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള ആഹ്വാനങ്ങളൊന്നും കേട്ടില്ല. വേണ്ട, ദൈവം നമ്മോട് ഇടപെടുകയാണ്. ഈ മീറ്റിംഗ് ഒക്കെ ദൈവത്താൽ സംഭവിച്ചതാണ്. ഏകദേശം 1000 പേരാണ് ഈ മീറ്റിംഗിൽ ഇപ്പോൾ പങ്കെടുക്കുന്നത്. നമുക്കൊരുമിച്ച് പറയാൻ, കർത്താവേ, എപ്പോഴും പ്രാർത്ഥിക്കാൻ, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, അടുത്ത ദിവസങ്ങളിൽ ദൈവം അയക്കാൻ പോകുന്ന ഉണർവിന് വേണ്ടി, അടുത്ത ദിവസം ദൈവം ഭാരതത്തെ സന്ദർശിക്കുവാൻ വേണ്ടി ഞങ്ങൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയത്തെ തകർക്കണമേ, ഞങ്ങൾക്കൊരു ഭാരം പിന്നെയും തരണമേ എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ ഒരു സൂമിലൂടെ ഇത്രയും ആളുകളെ ഒരുമിച്ച് കൂട്ടിയ കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയുടെ ആത്മാവിനെ പകരണമേ. ഭക്ഷണം കഴിക്കുമ്പോഴും നടക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും വായിക്കുമ്പോഴും എഴുതുമ്പോഴും കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുമ്പോഴും കർത്താവേ, ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും കവിഞ്ഞൊഴുകുന്ന ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന മുഴുവൻ പ്രിയപ്പെട്ടവരുടെ മേലും കർത്താവ് പകരുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിക്കാതിരിക്കാൻ വയ്യാത്തതുപോലെ ഒരു പ്രാർത്ഥനയുടെ ആത്മാവിനെ, സ്പിരിറ്റ് ഓഫ് സപ്ലിക്കേഷൻ ഇവരുടെ മേൽ പകരുന്നതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ചടങ്ങ് പ്രാർത്ഥനയുണ്ട്, എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഉള്ള പ്രാർത്ഥനയുണ്ട്, പിന്നെ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഇത് മൂന്നും അല്ല നമ്മൾ ഇന്ന് സംസാരിച്ചത്. ചടങ്ങ് പ്രാർത്ഥനയുണ്ട്, ഏതെങ്കിലുമൊക്കെ ഒരു മീറ്റിംഗ് തുടങ്ങാൻ നേരത്തെ 3 പേര് 4 പേരൊക്കെ പ്രാർത്ഥിക്കുന്ന ചടങ്ങ് പ്രാർത്ഥനയുണ്ട്. പിന്നെ നമുക്ക് പേഴ്സണലായിട്ട് ഒരു ആവശ്യം വരുമ്പം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. പിന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി
പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. ഇതൊന്നുമല്ല നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായി ദൈവത്തിന്റെ സീസൺ മനസ്സിലാക്കി, ദൈവത്തിന്റെ കാര്യപരിപാടികൾ മനസ്സിലാക്കി, ദൈവത്തിന്റെ ക്ലോക്കിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രോജക്റ്റിൽ പങ്കുചേരുന്നവരായി, ആമേൻ, ദൈവത്തിന്റെ പ്രോജക്റ്റിൽ പങ്കുചേരുന്നവരായി നമ്മുടെ പ്രാർത്ഥനയെ മാറ്റാം. അതിന് ഒരു സ്ഥലവും വേണ്ട, ഒന്നും വേണ്ട. അതിനൊരു സ്പിരിറ്റാണ് വേണ്ടത്, അതിനൊരു ഹൃദയമാണ് വേണ്ടത്. ഇന്ന് വെറുതെ കുറച്ച് സമയം പാഴായി പോവുകയല്ല. ഓരോരുത്തരും അവരവരുടെ വീടുകളിലിരുന്ന് പറയട്ടെ, കർത്താവേ, എനിക്കൊരു പ്രാർത്ഥനയുടെ ആത്മാവിനെ തരണമേ, എനിക്കൊരു പ്രാർത്ഥനയുടെ ആത്മാവിനെ തരണമേ. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യിരെമ്യാവ് പറയുന്നത് വായിച്ചാട്ടെ, 9:1. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവയും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് നാം ശ്രദ്ധിക്കണം. സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ? അവളുടെ രാജാവ് അവിടെ ഇല്ലയോ? അവർ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ടും അന്യദേശങ്ങളിലെ മിഥ്യാമൂർത്തികൾ കൊണ്ടും എന്നെ കോപിപ്പിച്ചത് എന്തിന്? കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരവും കഴിഞ്ഞു, നാം രക്ഷിക്കപ്പെട്ടതുമില്ല. എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ട് ദുഃഖിച്ചു നടക്കുന്നു. ഗിലെയാദിൽ സുഗന്ധ തൈലമില്ലയോ? അവിടെ വൈദ്യനില്ലയോ? എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? ദൈവത്തിന്റെ കരം കുറുകിയതുപോലെ, ദൈവപ്രവൃത്തി നടക്കാത്തതുപോലെ, ദൈവം ജനത്തെ കൈവിട്ടതുപോലെ ഒരു ഫീലിംഗ് യിരെമ്യാവിന് വന്നു. ദൈവം തന്റെ ജനത്തെ കൈവിട്ടതുപോലെ ഒരു ഫീലിംഗ് യിരെമ്യാവിന് വന്നു. അതുകൊണ്ട് ഇനി പ്രാർത്ഥനയേ ഉള്ളൂ, മറ്റൊരു വഴിയില്ല. കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു. ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാം, കൺവെൻഷൻ കഴിഞ്ഞു, ക്രൂസൈഡും കഴിഞ്ഞു, പക്ഷെ ആരും രക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഇനി അതല്ല വേണ്ടത്. ഇനി കണ്ണുനീർ പ്രയോഗിച്ചു നോക്കുക, കണ്ണുനീർ പ്രയോഗിച്ചു നോക്കുക. അത് മറ്റു പലതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും. അത് മറ്റ് പലതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും. അത് യിരെമ്യാവ് തിരിച്ചറിഞ്ഞു. അപ്പോൾ യിരെമ്യാവിന് ദൈവം ഒരു ദൂത് കൊടുക്കുകയാണ്. പ്രാർത്ഥിക്കാനുള്ള പ്രേരണ ജനത്തിനുണ്ടാകാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക. മനസ്സിലായോ? ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു, ഒരു പാസ്റ്റർക്ക് തന്റെ ശുശ്രൂഷാകാലത്ത് ചെയ്യാവുന്നതിൽ ഏറ്റവും മികച്ച കാര്യം എന്ത്? ഒന്നുകൂടെ പറയാം. ഒരു പാസ്റ്റർക്ക് തന്റെ ശുശ്രൂഷാകാലത്ത് ചെയ്യാവുന്നതിൽ ഏറ്റവും മികച്ച കാര്യം എന്ത്? ഉത്തരം ഇതാണ്: ഒരു കൂട്ടം ജനത്തെ പ്രാർത്ഥിക്കാൻ പ്രാപ്തരാക്കുക. ഒരു കൂട്ടം ജനത്തെ പ്രാർത്ഥിക്കാൻ പ്രാപ്തരാക്കുക. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ ഇവരെ പ്രാർത്ഥിക്കാൻ പ്രേരണയുള്ളവരാക്കണം. അതിനെന്താ മാർഗം? അതിനുള്ള മാർഗം 17-ാം വാക്യത്തിലുണ്ട്. ശ്രദ്ധയോടെ വായിക്കണം. നമ്മൾ ചിരിച്ചു പോവും, ഇങ്ങനെയൊക്കെ ദൈവം പറയുവോ? 17-ാം വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ചിന്തിച്ച് വിലാപക്കാരത്തികളെ വിളിച്ചു വരുത്തുവീൻ, സാമർഥ്യമുള്ള സ്ത്രീകളെ അയച്ചു വരുത്തുവീൻ, ആളയച്ചു വരുത്തുവീൻ. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണം അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. എന്തെങ്കിലും മനസ്സിലായോ ആ വാക്യത്തിന്റെ അർത്ഥം? അക്കാലങ്ങളിൽ കൂലിക്ക് കരയാൻ ആളെ കിട്ടുമായിരുന്നു. അതിൽ തന്നെ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഇപ്പൊ പാട്ട് പാടാനാണേലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കാനാണേലും എക്സ്ട്രാ ടാലന്റ് ഉള്ളവരെ നമ്മൾ വിളിക്കുമ്പോൾ ഒത്തിരി പൈസ കൊടുക്കണ്ടേ? അച്ചിരി പൈസ കൂടുതൽ കൊടുത്തിട്ടാണേലും നന്നായിട്ട് കരയുന്നവരെ വിളിച്ചു വരുത്താൻ യിരെമ്യാവ് പറയുക. എന്തിനാ? അവർ ആ വിഷയത്തിൽ നല്ല
സ്പെഷ്യലിസ്റ്റുകളാണ്. അപ്പൊ അവര് കരയുമ്പം ഏത് മനുഷ്യനും കരഞ്ഞു പോകും, കണ്ണിച്ചോരയില്ലാത്തവനും കരഞ്ഞു പോകും. നോക്കിയോ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. ഇനി വായിക്കണ്ട, നോക്കിയാൽ മതി. സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയച്ചു വരുത്തി, നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവര് കരയട്ടെ. സമ്പന്നരുടെ വീടുകളിലൊക്കെ ഒത്തിരി മാസങ്ങളായി വാർദ്ധക്യ സഹജമായ രോഗത്താലൊക്കെ കിടന്നിട്ട് ഒരാൾ മരിക്കുമ്പോൾ അങ്ങനെ വലിയ കരച്ചിലൊന്നും ആർക്കും വരികയില്ല. അപ്പോ ഒരു വിലാപ വീടെന്ന് പറഞ്ഞാൽ കുറച്ചു പേര് കരഞ്ഞില്ല, അതിനൊരു അന്തരീക്ഷമില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? സ്പെഷ്യലായിട്ട് കരയുന്ന ഒരു ടീമിനെ വരുത്തും. നമ്മൾ ഈ പന്തലിന് ആളെ വിളിക്കുന്നു, പാട്ട് പാടാൻ ആളെ വിളിക്കുന്നു. അവരാദ്യം വിളിക്കുന്നത് കരച്ചിൽ ടീമാണ്. അവര് വന്ന ഒരു പ്രത്യേക ട്യൂണിൽ അങ്ങ് കരയും. യോ, ഇതുപോലെ ഒരു അപ്പച്ചൻ ഈ ലോകത്തുണ്ടായിരുന്നില്ല, ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യനില്ല, മുഖത്തോട്ടൊന്ന് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞ് ഇവരൊരു പ്രത്യേക ഒരു പരിപാടി അങ്ങ് ചെയ്യും. അപ്പോഴാ ഈ വീട്ടുകാർക്കും കരയണമെന്ന് തോന്നും. അപ്പം സകല സ്വന്തക്കാരും ബന്ധക്കാരും എല്ലാം കരയും. അതുപോലത്തെ കഴിവാ ഇവർക്ക്. അതാ വചനം പറയുന്ന കണ്ടോ, സാമർഥ്യമുള്ള സ്ത്രീകൾ. സഭയുടെ അവസ്ഥയെ അവിടെ കാണിക്കുന്നത്. കണ്ണിൽ കുത്തിയാലും കണ്ണുനീര് വരാത്ത അവസ്ഥയിലേക്ക് ചർച്ച് കല്ലിച്ചുപോയി. പ്രസംഗിക്കാൻ ആളുണ്ട്, പ്രാർത്ഥിക്കാൻ ആളില്ല, ആത്മഭാരമില്ല. എന്തൊക്കെ പറഞ്ഞാൽ, എന്തൊക്കെ കണ്ടാൽ, എന്തൊക്കെ കേട്ടാൽ ഒന്നും സംഭവിക്കുന്നില്ല. എന്തായിരുന്നു കോവിഡിന്റെ ആദ്യ ദിനങ്ങളിലെ നിലവിളി? പക്ഷെ അതൊന്നും ഒരു മാനസാന്തരത്തിലേക്ക് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്സിജൻ സിലിണ്ടർ മേടിച്ച് കക്ഷത്തി വെച്ചുകൊണ്ട് പോകുന്ന വീഡിയോ കണ്ടത് മറന്നുപോയോ? അമ്മയെ ആശുപത്രിയിൽ ഇട്ടേച്ച് സിലിണ്ടർ മേടിക്കാൻ പോവാ മോൻ. ആ കാഴ്ചയൊക്കെ നമ്മൾ മറന്നു കഴിഞ്ഞു. ഇതൊന്നും ഒരു ആഴമേറിയ മാനസാന്തരത്തിലോട്ട്, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തിയോ? ഇതാ ചോദ്യം. താഴ്ത്തിയോ? ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞോ? എന്റെ മുഖം അന്വേഷിച്ചോ? ഇതാ ചോദ്യം. അങ്ങനെയൊരു റിവൈവൽ, അങ്ങനെയൊരു കണ്ണുനീര്, അങ്ങനെ ഒരു കൂട്ടമായ ഒരു പ്രാർത്ഥന നടന്നോ? കേരളത്തിൽ നടന്നോ? ദൈവം അതല്ലേ പ്രതീക്ഷിച്ചത്? ആദ്യമൊക്കെ ആൾക്കാർ വിചാരിച്ചു ഈ സാധനം വിശ്വാസികൾക്ക് വരികയല്ലെന്ന്. വിശ്വാസികൾക്കും വന്നു. വിശ്വാസികളിൽ തന്നെ പിന്മാറ്റക്കാർക്ക് വരുവുള്ളെന്ന് ഓർത്തു. അല്ല, പക്ക ആത്മീയർക്ക് വന്നു. എന്തിനാണെന്നറിയോ? നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാനാ. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാനാ. ഒരു പിന്മാറ്റക്കാരുടെ ഒരു വിഷമം വന്നാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ വരും. പരമഭക്തരായ ആളുകൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമ്മുടെ ചങ്ക് പൊട്ടും അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാർത്ഥനയുടെ സീസണാണ് ദൈവം നമ്മുടെ മുമ്പിൽ ഇന്ന് രാവിലെ വരയ്ക്കുന്നത്. താങ്ക് യു ജീസസ്. 1 പത്രോസ് 4:7 നമ്മൾ ഇന്ന് ധ്യാനിച്ചത്. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി. പ്രാർത്ഥിക്കാൻ ഒരു ഭാരമുണ്ടോ പ്രിയരെ? എല്ലാ കണ്ണുകളും അടയട്ടെ. ഒരു വാക്ക് പാസ്റ്റർ തോമസ് എബ്രഹാം പ്രാർത്ഥിക്കും. അതിനുശേഷം എബിൻ ബ്രദർ ഒരു പാട്ട് പാടിയിട്ട് മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. പ്ലീസ് പാസ്റ്റർ തോമസ് എബ്രഹാം. കർത്താവേ, നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഇന്ന് ഈ സൂം മീറ്റിംഗ് ആരംഭിച്ച സമയം മുതൽ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, വിശേഷിയ പത്രോസ് കർത്താവെ തന്റെ ജീവിതത്തിൽ നിന്ന് അനുഭവത്തിൽ നിന്ന് എഴുതിയ ആ വാക്യം, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും
നിർമ്മതരായിരിക്കും എന്നുള്ള വചനം ഞങ്ങളെ കേൾപ്പിച്ചല്ലോ കർത്താവെ. ഞങ്ങള് മറ്റുള്ളവരെ കേൾപ്പിക്കാനോ സ്വന്തം ആവശ്യങ്ങൾക്കോ വേണ്ടി മാത്രമല്ല, ആത്മഭാരം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവമായ കർത്താവെ, എസ്രയെ പോലെ, നെഹമ്യാവിനെ പോലെ, ദാവീദിനെ പോലെ കർത്താവെ ഒക്കെ പ്രാർത്ഥിക്കാനുള്ള ഭാരം ഞങ്ങൾക്ക് ഇവിടുന്ന് വീണ്ടും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ അങ്ങനെ പ്രാർത്ഥിച്ചില്ല എന്നുള്ള കുറവ് ഞങ്ങൾ സമ്മതിച്ചുകൊണ്ട് കർത്താവെ ഈ ദൂത് ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തി കർത്താവെ ആത്മാക്കൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ അവിടെ ഇടയാക്കണമേ. ഞാൻ അടിയനെ ഒരുക്കുന്ന കർത്താവെ, ഇതിന്റെ വചനം കർത്താവ് സംസാരിപ്പാൻ ദാസനെ കൃപ നൽകിയ സ്തോത്രം. അവയെ നാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യം ഇല്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിച്ചുവെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകിൽ നിശ്ചയം ഫലം. യാചിക്കുന്നതെല്ലാം നിങ്ങൾ പ്രാപിക്കുവെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകിൽ നിശ്ചയം ഫലം. നിങ്ങളെന്നിൽ എൻ വചനം നിങ്ങൾക്കുള്ളിലും വാസം ചെയ്യിൽ യാചനകൾ സാധ്യമായിടും. നിങ്ങളെന്നിൽ എൻ വചനം നിങ്ങൾക്കുള്ളിലും വാസം ചെയ്യിൽ യാചനകൾ സാധ്യമായിടും. എന്നോടു ചേർന്നൊരു നാഴിക ഉണർന്നിരിക്കാമോ? പാപക്കെണികൾ ഒഴിഞ്ഞു പോകാൻ മാർഗമതല്ലയോ? എന്നോടു ചേർന്നൊരു നാഴിക ഉണർന്നിരിക്കാമോ? പാപക്കെണികൾ ഒഴിഞ്ഞു പോകാൻ മാർഗമതല്ലയോ? മടുത്തു പോകാതൊടുക്കത്തോളം പ്രാർത്ഥിച്ചിടണം. തടുത്തു വച്ചാലൊടുങ്ങിടാത്ത ശക്തി പ്രാപിക്കാം. മടുത്തു പോകാതൊടുക്കത്തോളം പ്രാർത്ഥിച്ചിടണം. തടുത്തു വച്ചാൽ ഒടുങ്ങിടാത്ത ശക്തി പ്രാപിക്കാം. ഇന്നുവരെ എൻ നാമത്തിൽ ചോദിച്ചില്ലല്ലോ. ചോദിക്കുവിൻ നിങ്ങൾക്കേകാം പൂർണ്ണ സന്തോഷം. ഇന്നുവരെ എൻ നാമത്തിൽ ചോദിച്ചില്ലല്ലോ. ചോദിക്കുകിൽ നിങ്ങൾക്കേകാം പൂർണ്ണ സന്തോഷം. പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും. പ്രാർത്ഥനയാലെ സാധിക്കാത്ത കാര്യമില്ലൊന്നും, പ്രാർത്ഥിക്കാത്ത കാരണത്താൽ ലഭിക്കുന്നില്ലൊന്നും.
നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ കേൾക്കപ്പെട്ട ദൈവവചനത്തിനനുസരിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറയാം, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ വളരെ ആഴമായി കർത്താവ് നമ്മളോട് ഇടപെട്ടു. ഈ ദിവസങ്ങൾ നടക്കുന്ന മിഷൻ ടൂറിൽ യാത്ര ചെയ്ത് ഓരോ സ്റ്റേറ്റുകൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ പ്രാർത്ഥനയോടെ ഏത് വാഹനത്തിലായിരിക്കുമെങ്കിലും അവിടെ ഒരു ദൈവപ്രവൃത്തി കാണുവാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി നന്ദിയോട് സ്തോത്രം. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു, അതൊന്നുകൂടി ഞങ്ങൾ രുചിച്ചറിയുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, അവിടുന്ന് ഈ ലോകത്തിലായിരുന്നപ്പോൾ പിതാവിനോട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെട്ടതുപോലെ, അതിൽ അല്ല പ്രീതി വെച്ചതുപോലെ കർത്താവേ, ഭക്തന്മാരെ ഒന്നൊന്നായി അതതിന്റെ ജീവിതത്തിൽ ഞങ്ങൾ മാർഗദർശമായി ഞങ്ങൾ കാണുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന പാളിച്ചയെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നത് കൊണ്ട് ഈ ദിവസങ്ങൾ പ്രത്യേകാൽ ഈ ലോകത്തിലുള്ള ഒന്നിനു വേണ്ടിയല്ല, ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയല്ല, ഭൗമിക ആവശ്യത്തിന് വേണ്ടിയല്ല, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ആത്മീയ ഉത്തേജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആത്മീയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരു ആലോചന കേട്ട് വചന പഠനം നടന്ന് മടങ്ങിപ്പോവുകയല്ല, ഒരു സമർപ്പണത്തോട് അടുത്തു വരുന്ന നാഥ, അപ്പാ അതിനുള്ള കൃപ നൽകണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, അനേകം മണിക്കൂറുകൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ദേശത്തെ ഓർത്ത്, ദൈവസഭകളെ ഓർത്ത് ഞങ്ങളെ ആക്കിയിരിക്കുന്ന ഏത് ദേശത്തായിരുന്നാലും അവിടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ഒരു വിടുതൽ കാണുവാൻ കർത്താവെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ, ദൈവീയ ചൈതന്യം അനുഭവിക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണം. ഒരിക്കൽ കൂടി എല്ലാ സഹോദരി സഹോദരന്മാരെയും, എല്ലാ ദൈവഭൃത്യന്മാരെയും അവിടുത്തെ കരത്തിലേൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയപ്പാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ സമയം അവിടുത്തെ ഭൃത്യനിലൂടെ ഈ ആലോചന ഞങ്ങളെ അറിയിച്ച ആ ദൈവ സ്നേഹത്തിനായി നന്ദി നാഥ. പിന്നെയും ബലപ്പെടുത്തിയാട്ട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പിരിയാത്ത ദൈവസാന്നിധ്യം കൂടെ ഇരിക്കണം. പിന്നെയും ഞങ്ങൾ ഒരുമിച്ച് കൂടുന്നത് വരെയും ഇമ്മാനുവേലിന്റെ ചെറുകടിയിൽ അവിടുന്ന് മറച്ചു കൊള്ളണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ.